الحمد لله رب العالمين وصلى الله وسلم على أشرف المرسلين محمد وآله وصحبه أجمعين. നമ്മൾ 220ാമത്തെ ആയത്തിൽ അതിന്റെ വിശദീകരണം പൂർത്തിയായിട്ടില്ല. യതീമുകളുടെ കാര്യം പറയുന്ന ആയത്താണ് അവസാനം വായിച്ചുകൊണ്ടിരുന്നത്. 3 വിഷയങ്ങളുടെ ചോദ്യം അതിന് ഉത്തരം, അതാണ് ഇപ്പോൾ കഴിഞ്ഞ ആയത്തുകളിൽ വന്നത്. ഒന്ന് ഹംറു മൈസർ, മദ്യവും ചൂതും. മറ്റൊന്ന് എന്ത് ചെലവഴിക്കണം എന്ന ചോദ്യം, മാതാ യുൻഫിഖു. പിന്നെ ഐത്താം. അപ്പൊ ഈ 3ന്റെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു വിശദീകരണത്തിൽ ചില യുക്തി ഉണ്ട് എന്ന് താഴെ പറയുന്നുണ്ട്. പിന്നെ ചോദ്യങ്ങൾ ഇങ്ങനെ ഈ വിഷയത്തിൽ വന്നാൽ ഇങ്ങനെ പറയണം എന്ന രീതിയിലാണ് ഈ ആയത്തുകളിലൊക്കെ വന്നത്. അതിലിപ്പോ നമ്മള് പിന്നെ യതീം സംരക്ഷണത്തിന്റെ കാര്യത്തില് അതില് പിന്നെ ഫസാദ് കാണിക്കുന്നവരും സലാഹ് കാണിക്കുന്നവരും ഹറാമായതും താൻ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവാതെ സംരക്ഷകർ സൂക്ഷിക്കണം. അതേസമയത്ത് സംരക്ഷകർക്ക് അവരെ സംരക്ഷിക്കാനുള്ള ചെലവിന് യതീമുകളുടെ സമ്പത്തിന് അത്യാവശ്യം എടുക്കേണ്ടി വന്നാൽ അതാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടൊക്കെ സൂക്ഷ്മതയും മനസ്സാക്ഷിയും വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് ഇപ്പൊ അതിന്റെ ആകത്തുക. നമ്മൾ ബാക്കിയുള്ള ഭാഗം വായിക്കാം. സുമ്മ ബയ്യന ലനാ സുബ്ഹാനഹു വ തആല മിന്നതഹു അലൈനാ വറഹ്മതഹു ബിനാ ബിമാ അദീന ലനാ മിൻ മുഖാലതത്തി യതമാ ഫഖാൽ വലൗ ഷാ അല്ലാഹു ലആനതക്കും. അപ്പോ ഫസാദ് കാണിക്കുന്നവരാരും ഇസ്ലാഹ് കാണിക്കുന്നവരാരും അള്ളാഹു വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം വിവരിക്കുകയാണ്, മിന്നത്ത് വിവരിക്കുകയാണ്. അവൻ നമ്മോട് ചെയ്ത കാരുണ്യം വിവരിക്കുകയാണ്. ആ കാരുണ്യം മിന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ യതീമുകളുമായിട്ട് മുഖാലത്തെ ആവാമെന്ന് അനുമതി നൽകി. അതായത് അവരുടെ സ്വത്തുക്കളും യതീമുകളെ പിന്നെ സ്വന്തം വീട്ടിലെ കുട്ടികളെയൊക്കെ ഒരുമിച്ചും ഒക്കെ ജീവിച്ച് പിന്നെ മുന്നോട്ട് പോകാം എന്ന്. അങ്ങനെ അനുവാദം ഇല്ലായിരുന്നെങ്കിൽ ഒരു ഷാ അല്ലാഹു ലആനതക്കും, അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അനത്തിലാക്കാമായിരുന്നു, വിഷമത്തിലാക്കാമായിരുന്നു. ഐ ഔഖാക്കും ഫിൽ അനത്ത് എന്നർത്ഥം. ലാനത്തക്കും തന്നെ അനത്തിലാക്കാം. അനത്ത് പറഞ്ഞാൽ മശഖത്തു വമാ യസ്ലുബു ഇഹ്തിമാലു, പ്രയാസകരമായത്, സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, അതാണ് അനത്തിന്റെ അർത്ഥം. അപ്പൊ എങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത കാര്യത്തിൽ എത്തിക്കാന്ന് വെച്ചാൽ യൻ യുകല്ലിഫക്കും അൽ ഖിയാം, അള്ളാഹു നിങ്ങളോട് പിന്നെ യതീമുകളുടെ കാര്യം സംരക്ഷിക്കണമെന്ന് നിർബന്ധിക്കും. തെർബിയത്തെയും അവരുടെ തെർബിയത്ത് ശിക്ഷണം നിങ്ങൾ നടത്തണം തീരുമാനിക്കും. വൈഫ്ലി അമ്പാലിയും അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കണമെന്നും നിർബന്ധിക്കും. എന്നാൽ വല യഅ്ദനലക്കും മുഖാലത്തത്തിഹിം, അവരുമായിട്ടുള്ള മുഖാലത്തൊക്കെ അനുവാദം തരാതിരിക്കുകയും ചെയ്യും. അതാണ് ബുദ്ധിമുട്ടിലാക്കുക. അവരെ സൂക്ഷിക്കണം, അവരെ സംരക്ഷിക്കണം, അവരുടെ സ്വത്തുക്കൾ നോക്കണം, പക്ഷെ അവരുമായി മുഖാലത്ത മിങ്കിളിങ് പാടില്ല എന്ന് പറയുകയും ചെയ്യും. അതാണ് ബുദ്ധിമുട്ടിക്കല്. പക്ഷെ അള്ളാഹു ചെയ്യുന്നില്ല. മുഖാലത്ത ആവാം സൂക്ഷ്മതയോട് കൂടി പറഞ്ഞു. അതേപോലെ വലാബി അക്തിലി ലുക്മത്തിൻ വാഹിദ മിൻ തആമിഹിം, അവരുടെ താമിൽ നിന്ന് ഒരു ഉരുള ഭക്ഷണം പോലും നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല നിർബന്ധിക്കുമായിരുന്നു, അതിന് അനുവാദം നൽകാതിരിക്കുമായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. വലാകിന്നഹു, എന്നാൽ അല്ലാഹു തആല ലിസഅത്തി റഹ്മത്തിഹി, അവന്റെ വിശാലമായ കാരുണ്യത്താൽ ലാ യുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു വ്യക്തിയെയും അവന്റെ പരിധിക്കപ്പുറം ഒന്നും നിർബന്ധിക്കുകയില്ല. വമാ ജഅല അലൈക്കും ബിദ്ദീൻ മിൻ ഹറജ്, ദീനിൽ അല്ലാഹു നിങ്ങൾക്കൊരു വിഷമകരമായ യാതൊന്നും നിശ്ചയിച്ചിട്ടില്ല. വലിദാലിക അബാഹ ലക്കും മുഖാലത്തത്തുൽ യതാമ, അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് യതീമുകളുമായുള്ള മിംഗ്ലിംഗ് അനുവദിച്ചത്. ഏലാൻ തുആമിലുഹും മുആമലത്തുൽ ഉഖുവ, എങ്ങനെ വേണം, സാഹോദര്യത്തിന്റെ പെരുമാറ്റമായിരിക്കണം നിങ്ങൾ അവരോട് പെരുമാറേണ്ടത് എന്ന കണ്ടീഷനിൽ അവരെ നിങ്ങളുടെ സഹോദരന്മാരായി കാണണം. ഇഖ്വാനുക്കും എന്നാണ് പറഞ്ഞത്. തുഖാലിത്തുഹും ഇഖ്വാനുക്കും, നിങ്ങൾ അവരുമായി മുഖാലത്തയാവുകയാണെങ്കിൽ പ്രശ്നമില്ല, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അപ്പോൾ ഒരു സഹോദര സമീപനം മാത്രമേ പാടുള്ളൂ. വലാ തഅ്കുലു അംവാലഹും ഇലാ അംവാലിക്കും, അവരുടെ സ്വത്തുക്കൾ എടുത്തിട്ട് നിങ്ങളുടെ സ്വത്തുക്കളിലേക്ക് കൂട്ടി നിങ്ങൾ തിന്നാൻ പാടില്ല. വഖദ് അഫ അമ്മ ജറൽ ഉർഫ് അല തസാമുഹ് ഫീ, ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച, കുറെ ഉദാരത എന്നുള്ളതാണ് ഉർഫ്, അവിടുത്തെ നാട്ടുനടപ്പ്. ആ നാട്ടുനടപ്പിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ അത് അല്ലാഹു തആല ഓർത്തിട്ടുണ്ട്. ലിയാദ്മിസ്തിഗ്നാഇൽ ഖുലതായ, കാരണം ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ആ ഒരു വിട്ടുവീഴ്ചയും ഉദാരതയും കൂടാതെ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടി വരും.
അല്ലാതെ പിന്നെ സ്കെയിൽ കൊണ്ട് വരച്ച മാതിരി അങ്ങനെ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുകയും എന്താ പറയാ ഇടുക്കൊക്കെ വേണ്ടിവരും. അപ്പൊ വക്കൽ താലിക്കയില്ലാതെ ഇമ്മത്തിക്കും ഈ കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തിലേക്കാണ് അള്ളാഹു താല വെച്ചിട്ടുള്ളത്. അപ്പൊ അമറക്കും മുറാഖബത്തി ഹിഫി, അതിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, മുറാഖബ ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ റഖീബുൽ മുഹൈമിൻ, അവനാണെങ്കിൽ നിരീക്ഷകനാണ്, നിങ്ങളുടെ മേൽ ആധിപത്യമുള്ളവനാണ്. അല്ലെങ്കിൽ ലാ യഖ്ഫ അലൈഹി ഷൈഉൻ മിൻ അമരിക്കും വലാ മിൻ ഖസ്ദിക്കും വനിയത്തിക്കും, നിങ്ങളുടെ ചെയ്തികളോ ഉദ്ദേശങ്ങളോ നിയത്തോ ഒന്നും അവനൊട്ടും അവ്യക്തമായി പോകില്ല, എല്ലാം അവന് വ്യക്തമായി അറിയാൻ കഴിയും. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു അസീസും ഹക്കീമും തന്നെയാണ്. അസീസും ഹക്കീമും തന്നെയാണ് എന്ന് പറയുമ്പോൾ അർത്ഥം ഫലോ ഷാ യുനാത്തക്കും, നിങ്ങളെ വിഷമത്തിലാക്കണമെന്ന് അള്ളാഹുവിന് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ല അസ്സ അലാ ഗൈരിഹി മൻഹൂ മിൻ ദാലിക, മറ്റുള്ള ആളുകൾക്ക് അതിൽ നിന്ന് അവനെ തടയാൻ കഴിയാതെ പോകും. അതാണ് അള്ളാഹു അസീസ് എന്ന് പറഞ്ഞത്. ആർക്കും അള്ളാഹു തടയാൻ കഴിയില്ല. അള്ളാഹു ആരും തടഞ്ഞാൽ അങ്ങനെ തടയപ്പെടുന്ന ആളല്ല. ഇതിലാ ഇസ്സത്ത താഴു ഇസ്സത്തഹു, കാരണം വെച്ചാൽ അവന്റെ ഇജ്ജത്തിനെ അതിജയിക്കുന്ന, അതിന്റെ മീതെ പോകുന്ന ഇജ്ജത്ത് ഒരാൾക്ക് അവന്റെ ഇജ്ജത്തില്ല. വലാകിൻ മളത്ത ഹിക്മത്തുഹു ബിഅൻ തകൂന ശരീഅത്തുഹു ജാമിഅത്തൻ ലിമസാലിഹി ഇബാദിഹി, എന്ന അള്ളാഹുവിന്റെ ഹിക്മത്ത് നേരത്തെ തന്നെ അവിടെ നടന്നിട്ടുണ്ട്. എന്താണ് ഹിക്മത്ത്? വന്നുപോയ ഹിക്മത്ത്, അള്ളാഹു നൽകുന്ന മതസംഹിത, നിയമസംഹിത അടിമകളുടെ എല്ലാ നന്മകളെയും സമഗ്രമായിട്ട് ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്നുള്ള ഒരു തത്വം അള്ളാഹുവിൻ്റെ നേരത്തെ അവിടെ നടപ്പായിട്ടുണ്ട്. ജാരിയ അലാ സുനനിൽ ഫിത്ര അൽ മുഅ്തദില അല്ലതി ഫതറഹും അലൈഹ, മനുഷ്യൻ അള്ളാഹു തആല സൃഷ്ടിച്ച ഏത് പ്രകൃതിയിലാണോ ആ നേർക്കുനേരെയുള്ള പ്രകൃതിയുടെ സരണിയിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കണം അള്ളാഹുവിന്റെ ശരീഅത്ത് എന്ന് അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അത് നേരത്തെ ഇവിടെ നടപ്പിലായി കഴിഞ്ഞിട്ടുണ്ട്. ഹഖദ ജഅലുൽ ഉസ്താദ് ഇമാം ദിക്റുൽ അസീസ് ഫി ഹാദൽ മഖാം, ഇവിടെ അള്ളാഹു അസീസ എന്നുള്ള പരാമർശത്തെ ഉസ്താദ് ഇമാം ഈ രീതിയിലാണ് പിന്നെ പറഞ്ഞത്. ഈ തഖ്ദീർ ഇംകാന തഅല്ലുഖിൽ മശീഅത്തി ബിൽ ഇനാത്ത്, കാരണം അള്ളാഹു വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇനാത്ത് വിഷമമുണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അത് സ്ഥാപിക്കാനാണ് അള്ളാഹു അസീസ എന്നുള്ള സിഫത്തും കൂടി അദ്ദേഹം ഇവിടെ വിശദീകരിച്ചത്. വദക്കറൽ ഹക്കീം, പിന്നെ ഹക്കീമാണെന്ന് പറഞ്ഞ എന്തിനാ? ലി തഖ്ദീർ തഫള്ളുൽ ബി അദ്ബി താലിഖിൽ മശീഅത്തി ബി, അള്ളാഹു അങ്ങനെ ഒരു ഉദ്ദേശം മായി ബന്ധിപ്പിക്കാതിരുന്നത് അവന്റെ തഫദ്ദുൽ കൊണ്ടാണ്, അവന്റെ ഔദാര്യം കൊണ്ടാണ് എന്ന് ബോധിപ്പിക്കാനാണ്. അവൻ ഹക്കീം കൂടിയാണ്. അള്ളാഹുവിനെ അസീസ് എന്ന് വിശേഷിപ്പിക്കുന്ന മിക്കവാറും സ്ഥലങ്ങളിൽ ഹക്കീം എന്ന് ഖുർആനിലുണ്ട്. അസീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതാപത്തെയും പവറിനെയും ശക്തിയും സൂചിപ്പിക്കുന്ന വാക്കാണ്. ഹക്കീം എന്ന് പറയുമ്പോൾ യുക്തിസഹമായി മാത്രം പ്രവർത്തിക്കുന്നവൻ. ഇത്ര ശക്തിയും പവറൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടൂല, ആ ശക്തി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പിന്നെ അതില്ല. വളരെ യുക്തിപൂർവ്വമേ അള്ളാഹു തആല എത്ര ശക്തിയുള്ളവനാണെങ്കിൽ പോലും ഓരോന്ന് നീക്കുള്ളൂ എന്നുള്ള ആ ഹക്കീം എന്നുള്ളതും കൂടെ അസീസിന്റെ കൂടെ മിക്കവാറും സ്ഥലങ്ങളിൽ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വകുല്ലു മിന്നൽ അംറൈൻ മഫ്ഹൂം മിൻ ഖൗലി, ഈ രണ്ട് കാര്യവും അള്ളാഹുവിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാവും, മനസ്സിലാവും. വലൗ ഷാ അല്ലാഹു ലഅനതകും എന്നുള്ള വാക്കിൽ നിന്ന്. വയുഹ്തമൽ അൻ യകൂന ദിക്റുൽ ഇസ്മൈനിൽ കരീമൈൻ തഖ്രീറൻ ലിഇസ്സതിഹി വഹിക്മതിഹി തആല ഫിൽ മസായിലി സലാസ് ഫിൽ ആയത്തൈൻ. ഇനി വേറെ സാധ്യതയും കൂടി ഉള്ളത്, അള്ളാഹു ഇസ്സത്തുള്ളവനാണ് ഹിക്മത്തുള്ളവനാണ് എന്നുള്ളത് ഇവിടെ തഖ്രീർ ചെയ്തത്, ഇവിടെ ഊന്നി പറഞ്ഞത് പിന്നെ ഈ രണ്ടായത്തുകളിലുമായിട്ട് വന്ന മൂന്ന് മസലകൾക്കും കൂടി ബാധകമായിട്ട് വരാം. മൂന്ന് മസല എന്ന് പറഞ്ഞാൽ ഹംറു മൈസൂർ മസല, കാരണം ഹംറി വൽ മൈസൂർ എന്നാണ്. പിന്നെ എസ്സലുക്കാനിൽ മാതാ ഇൻഫിഖൂൻ എന്നാണ്, മസലത്തിൽ ഇൻഫാഖിന്റെ മസല, മസലത്തിൽ ഹംർ വൽ മൈസൂർ, മസലത്തിൽ ഇൻഫാഖ് വ മസലത്തിൽ യതാം, യതീമുകളുടെ മസല. അപ്പൊ ഈ മൂന്നിലും ചോദ്യം, മസലാന ചോദ്യം എന്നുള്ളതാണ് ഇവിടെ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും പിന്നെ ഉള്ള ഉത്തരത്തിലാണ് അള്ളാഹു അസീസും ഹക്കീമും എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നിനും കൂടി ബാധകമാവാം. കാരണം ഫൈനഹ വറദത്തിൽ ആയാത് മാത്തൂഫൻ അല ആഖിരിഹ അല അവലിഹ, ഇതിന്റെ അവസാന ഭാഗം ആദ്യ ഭാഗത്തോട് അത്ഫായിട്ടാണ് ആയത്തുകൾ വന്നിരിക്കുന്നത്. വലില്ലാഹിൽ ഇസ്സ ബിമൻ ഇന്നാസ് ബഅദ ശഹ്വാ, ചില പൂതികളൊക്കെ മനുഷ്യന് പാടില്ല എന്ന് വിലക്കിയതിൽ അള്ളാഹുവിന്റെ ഇജ്ജത്തുണ്ട്. അള്ളാഹുവിന്റെ ഇജ്ജത്ത് അവിടെ പ്രകടമാണ്. മനുഷ്യന്റെ പൂതികൾ അവന് വിലക്കിയത്. വബി തക്ലീമുൽ ഇൻഫാഖ് മിൻ ഫുളൂഇ അംവാലിഹിം, അവരുടെ സമ്പത്തിലെ പിന്നെ ഫളായിട്ടുള്ള ക്രെഡിറ്റ്, അവരുടെ അത്യാവശ്യം കഴിച്ച് ബാക്കിയുള്ളത് ചെലവഴിക്കണമെന്ന് കൽപ്പിച്ചതിലും അള്ളാഹുവിന്റെ ഇജ്ജത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്, അല്ലെങ്കിൽ തെളിഞ്ഞിരിപ്പുണ്ട്. വബി തക്ലീഫിഹിം തഹ്രീ
യത്തീമുകളുമായിട്ട് മിംഗ്ലിംഗ് ആവാം എന്ന് അനുവദിക്കുമ്പോൾ തന്നെ വളരെ ഇസ്ലാഹോടുകൂടി ഇസ്ലാഹ് തഹരി ചെയ്തുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന് നിർബന്ധിക്കുന്നതിലും അള്ളാഹുവിന്റെ ഹിക്മത്ത് വ്യക്തമായിട്ടുണ്ട്. മുതൽ ഹിക്മത്തുണ്ട്. ഒമിൻ ഹിക്മത്തിഹി, അതോടൊപ്പം അള്ളാഹുവിന്റെ ഹിക്മത്ത് തന്നെയാണ് അൻമനാഹും മാഹുറുഹും മിന്ദാലിക്. അവർക്ക് വിഷമുണ്ടാക്കുന്ന എന്തൊക്കെ ഉണ്ടോ അത് അവർക്ക് തടഞ്ഞു. യത്തീമുകൾക്ക് വിഷമുണ്ടാക്കുന്നത് സംരക്ഷകർ ചെയ്യാൻ പാടില്ല തടഞ്ഞു. വക്കല്ലഫഹും ഫീഹി മാഫിഹി മസ്ലഹത്തു. യത്തീമുകൾക്ക് നന്മയുള്ള കാര്യം എന്താണോ അത് ചെയ്യണമെന്ന് സംരക്ഷകർ അള്ളാഹു ബാധ്യതപ്പെടുത്തുകയും ചെയ്തു. അതും അള്ളാഹുവിന്റെ ഹിക്മത്താണ്. വാൻ ഹദാഹും ഇല വജിഹി മംഫാത്തിൻ നാഫി വൽ മളറ വമളറത്തില്ലാഹ്. അതേപോലെ തന്നെ ഉപകാരമുള്ളത് ഏത് അതിന് ഉപകാരം എന്ത്, ഉപദ്രവമുള്ള ഏത് അതിന് ഉപദ്രവം എന്ത് എന്നുള്ളതിലേക്ക് അത് മനസ്സിലാക്കുന്നിടത്തേക്ക് അള്ളാഹു അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്തു. ഇന്നത് നാഫിയാണ്, അതിലുള്ള നഫിൻ്റെതാണ്, ഇന്ന മാറാണ്, അതിലുള്ള മുറുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. അൻ ഹദാഹു ഇല വജി മംഫാത്തിൻ നാഫി വമളറത്തില്ലാഹ് എന്ന് പറഞ്ഞു. ഇനി ഉസ്താദ് നിമ്മ പറഞ്ഞൊരു പോയിന്റ്, النكتة في وصل السؤال عن اليتامى بالسؤال عن الإنفاق والسؤال عن الخمر والميسر. യതീമുകളെ കുറിച്ചുള്ള ചോദ്യം ഇൻഫാഖിനെ കുറിച്ചുള്ള ചോദ്യവുമായിട്ടും ഖമർ മൈസറിനെ സംബന്ധിച്ച ചോദ്യവുമായിട്ടും വസൽ ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മൂന്നും കൂടെ ഒരുമിച്ച് വന്നതിലടങ്ങിയിട്ടുള്ള നുക്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നഹു ലമ്മാ കാന ദാനിക സുഅലാനി മുബയ്യിനൈനി ലിഹാലി ഫരീഖൈൻ മിനൻ നാസ് ഫിൽ ഇൻഫാഖ് വബദലിൽ മാൽ അലാ മാ തഖദ്ദം. കാരണം നേരത്തുള്ള ചോദ്യം, അതായത് എന്ത് ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ചോദ്യവും, അതേപോലെ തന്നെ നേരത്തെ വന്നിട്ടുള്ള സംപ്രമൈസറിന്റെ കാര്യത്തിലുള്ള ചോദ്യം, ഇത് രണ്ടും മനുഷ്യരുടെ കൂട്ടത്തിലെ രണ്ടു തരം ടീമിന്റെ ഹാല് വ്യക്തമാക്കുന്ന രീതിയാണ്. ഒരു കൂട്ടര് തികച്ചും അനാവശ്യമായ മദ്യം, ചൂത് പോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നു. വേറെ കൂട്ടർ തികച്ചും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യത്തിൽ തങ്ങളുടെ ശിഷ്ടധനം, അത്യാവശ്യം കഴിച്ചുള്ള ധനങ്ങളൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇൻഫാഖിന് ഉപയോഗിക്കുന്നു. അവ രണ്ടു തരം വിഭാഗം ആൾക്കാരുടെ ഹാൽ വിവരിക്കുന്നതാണത്. ഇൻഫാഖ് ചെലവഴിക്കുന്ന കാര്യത്തിൽ രണ്ട് ടീം, ബദലിൽ മാൽ സമ്പത്ത് ബദൽ ചെയ്യുന്ന കാര്യത്തിൽ അലാമാ തഖദ്ദം നേരത്തെ കഴിഞ്ഞനുസരിച്ച്. അപ്പൊ നാസബ അങ്ങനെ രണ്ട് ചോദ്യങ്ങളും വരുമ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ചെലവഴിക്കാൻ ഏറ്റവും യോഗ്യരായ അഹക്കായിട്ടുള്ള വിഭാഗം ഏത് എന്ന ചോദ്യം അതിന്റെ തൊട്ട് പിന്നാലെ വരുന്നത് തികച്ചും യുക്തിസഹമാണ്. കാരണം ചെലവഴിക്കേണ്ടത് എന്ത് എന്ന്, അപ്പൊ ചെലവഴിക്കേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾക്കാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രകാരമുള്ള കാര്യങ്ങൾ ചെലവഴിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് യതീമുകളുടെ സംരക്ഷണം. അപ്പൊ അതാണ് കണക്ഷൻ. അപ്പൊ ബദലുൽ മാൽ ഫി സബീൽ തർബിയത്തിഹി വ ഇസ്ലാഹി ശൈലി, അതിന്റെ തർബിയത്തിനും അതിന്റെ ഷെയ്നെ നന്നാക്കുന്നതിനും വേണ്ടി ചെലവഴിക്കുക. അത് നന്നാകാൻ കുറിച്ച സിൻഫുൽ യത്താമ, യത്തീമുകൾ എന്ന വിഭാഗം, ആ വിഭാഗത്തിന്റെ ഇസ്ലാഹ് ഷെയ്നിന് വേണ്ടി, ആ വിഭാഗത്തിന്റെ തർബിയത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ളത് ഇവിടെ കണക്ട് ചെയ്ത് പറയാം. അത് തികച്ചും യുക്തിപരമാണ്. വലിയ തർഗീബിൽ ഇൻഫാഖ് അലൈഹിം ബിബഈദ് മിൻ ഹാലില്ലായ, അവർക്ക് വേണ്ടി ചെലവഴിക്കണം എന്നുള്ള പ്രോത്സാഹനം, തർഗീബ് ഈ ആയത്തിൽ നിന്ന് അകലെയൊന്നല്ല, ഈ ആയത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നല്ല. വഖദ് തഖററ ഫീ ഗൈരി ഹാജ, ഇതല്ലാത്ത സുഹൃത്തുക്കളിലും ആ കാര്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. കഅന്നഹു സുബ്ഹാനഹു വ തആല ഇൻദൽ ഇദ്ൻ ബിമുഖാലഫ വതർഗീബ് അൽ ഇസ്ലാം. അപ്പൊ ഇവിടെ യതീമുകളുമായിട്ട് മിംഗ്ലിംഗ് അനുവദിക്കുമ്പോഴും അവരുടെ ധനം നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഇസ്ലാഹ് കാണിക്കണം, ഏറ്റവും നന്മ പുലർത്തണം എന്ന് താല്പര്യപ്പെടുത്തുമ്പോഴും അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്, എന്നെ നഫഖത്ത് അലൈഹിം മിൻ അംവാലിന മന്ദൂബുൻ ഇലൈഹ, നമ്മുടെ സമ്പത്ത് അവർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മന്ദൂബായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്നഹു മിനൽ മുസ്തഹിഖീൻ ലിമാ നുൻഫിഖുഹു, നാം ചെലവഴിക്കുന്നത് കിട്ടാൻ ഏറ്റവും അർഹരായ ആൾക്കാരാണ് യതാമ. എന്ത് ചെലവഴിക്കുന്നത്? മിനൽ അഫ്വി സാഇദൻ ഹാജാത്തിന, നമ്മുടെ അത്യാവശ്യം കഴിച്ച് ശിഷ്ടം വരുന്നതാണ്, അതാണ് ചെലവഴിക്കണം എന്നുള്ളത്. കൊലിൽ അഫ്വ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ അത്യാവശ്യങ്ങൾ കഴിച്ചിട്ടുള്ള, നമ്മുടെ ആവശ്യങ്ങൾ കഴിച്ചിട്ടുള്ള ശിഷ്ടധനം ചെലവഴിക്കാൻ ഏറ്റവും യോഗ്യരായ, ഏറ്റവും അർഹരായിട്ടുള്ള വിഭാഗമാണ് യതാമ. പല അലിയക്കുബിന അന്നാക്കിസൽ ഖളിയ, അതുകൊണ്ട് ഈ ഖളിയ നേരെ തല തിരിക്കരുത്. നമ്മൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ മാതിരി പറഞ്ഞവർക്ക് വേണ്ടി ചെലവഴിക്കുക. ആ ഖളിയ, ആ ഇഷ്യൂ നിങ്ങൾ തലചരിക്കരുത്, നാം തലചരിക്കരുത്. വനത് മാഫി ഫുളൂലി അംബാലി, എന്നിട്ട് അവരുടെ അംബാലിന്റെ ഫുളൂലിൽ നമുക്ക് മോഹം വരിക എന്നുള്ളത് പാടില്ല. എന്നഹും ലോഫ, അവരുടെ യതീമുകളുടെ അംബാൽ,
എന്നഹും ഖാസിറൂൻ, കാരണം അവർ ളിആഫാണ്, ദുർബലരാണ്, ഖാസിരീങ്ങളാണ്. ലാ യസ്തതിഊന ദിഫാഅൻ അൻ ഹുഖൂഖിഹിം, സ്വന്തം ഹക്ക് സംരക്ഷിക്കാനുള്ള കഴിവ് അവർക്കില്ല. വലാ ദൗലൻ മിൻ മസാലിഹിം, അവരുടെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവും യതീമുകളായ പാവങ്ങളായ കുട്ടികൾക്കില്ല. ഫജമാൽ അസ്ഇല ഫജമുൽ അസ്ഇല അസ്സലാസ ഫിൽ ആയത്തൈൻ, അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളും രണ്ട് ആയത്തുകളിലായിട്ട് ഒരുമിച്ച് കൂട്ടിയത്, വഅത്ഫു ബാദിഹ അലാ ബാദിൻ, പരസ്പരം അത്ഫ് ചെയ്തത്, ഫി ഗായത്തിൽ ഇഹ്കാം വൽ ഇൽതിആം, അവിടെ അഹ്കാം എന്നല്ല കേട്ടോ, ഇഹ്കാമാണ്. ഫി ഗായത്തിൽ ഇഹ്കാമി വൽ ഇൽതിആം, അത് വളരെ മുഹ്കമാണ്, വളരെ സുശക്തമായിട്ടുള്ള ഭദ്രമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഒരു യോജിപ്പിക്കലാണ്. അതുപോലെ ഇൽതിആമാണ്, യോജിപ്പിക്കൽ എന്നുള്ളതാണ് ഇൽതിആമിന്റെ അർത്ഥം. വതറൂൻ മിൻ ഹാദ സുആൽ വജവാബി, ഈ ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം, കാണാം, കൈഫ കാനത്ത് ഇനായത്തുൽ മുഅ്മിനീൻ ഫി ഹിഫ്ളി അഹ്കാമില്ലാഹ്, അള്ളാഹുവിന്റെ ഹുക്മുകൾ പിന്നെ പാലിക്കുന്ന വിഷയത്തിൽ വിശ്വാസികൾ കാണിച്ച ശ്രദ്ധ എത്രത്തോളമായിരുന്നു. ഹുദൂദി, അള്ളാഹു നിശ്ചയിച്ച അതിർത്തികൾ അതിലംഘിക്കുന്നതിന് സൂക്ഷിക്കുന്ന വിഷയത്തിലും അവരുടെ ജാഗ്രത എത്രത്തോളമായിരുന്നു എന്നിവിടെ കാണാം. വകൈഫ ശദ്ദദ അല്ലാഹു തആല അൽ അംറ ഫി ശഅനിൽ യതീമ, യതീമുകളുടെ കാര്യത്തിൽ അള്ളാഹു തആല കാര്യങ്ങൾ എത്ര തീവ്രമായി ശക്തമായി പറഞ്ഞു എന്നുള്ളതും എങ്ങനെ പറഞ്ഞു എന്നുള്ളതും കാണാം. ഫലം യഅ്ദൻ ബിൽ ഖിയാമ അലൈഹിം ഇല്ലാ ബിഖസ്ദിൽ ഇസ്ലാഹ്, അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുക എന്നുള്ള പണി ഇസ്ലാഹ് ഉദ്ദേശിക്കുന്നവരെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞു. അവർക്കല്ലാതെ അനുമതി കൊടുത്തില്ല, ഇസ്ലാഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കല്ലാതെ അനുമതി കൊടുത്തില്ല. വലാ ബി മുഖാലത്തത്തിഹിം ഇല്ല മുഖാലത്തത ഉഖുവ, അതേപോലെ അവരുമായിട്ടുള്ള മിംഗ്ലിങ് ഒരു സഹോദര ബന്ധത്തിന്റെ മിംഗ്ലിങ് അല്ലാതെ പാടില്ല എന്നും പറഞ്ഞു. വകൈഫ വജ്ഹൽ ഖുലൂബ ഹാദ ഇലാ മുറാഖബത്ത്, അതേ സമയത്ത് തന്നെ അള്ളാഹുവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹുവിന്റെ മുറാഖബത്ത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം എന്നിടത്തേക്ക് ഖൽബുകളെ അള്ളാഹു ഗൈഡ് ചെയ്യുകയും ചെയ്തു. അതെങ്ങനെയെന്നുള്ളത് നോക്കുക. വതദക്കുറുൽ ഇഹാത്തത്തുൽ ഇൽമി, അള്ളാഹുവിന്റെ ഇൽമു മുഹീത്താണ്, സമഗ്രമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഇൽമാണ് അള്ളാഹുവിന്റെ എന്ന് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞതും ഇവിടെ മനസ്സിലാക്കുക. സുമ്മ തറവ് കൈഫ ഇത്തഖദ അന്നാസു ഹാദിഹിൽ ആയാതി വസീലതൻ ലിത്തലദ്ദുദ് ബിനഗ്മാതി ഖാരിയിഹ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയൊക്കെ ഗൗരവപ്പെട്ട നിയമങ്ങളും നിയമ സംഹിതകളൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാർ ഇത്തരം ആയത്തുകളെ സ്വീകരിക്കുന്ന എന്തിനാണ്? ഇത് ഓതുന്ന ആൾക്കാരുടെ ഓത്തിന്റെ രാഗം ആസ്വദിക്കാൻ, എത്ര ഇണത്തിൽ ഓതുന്നോ അത് കേട്ട് ആസ്വദിക്കാൻ, അതിന് മാർക്ക് ഇടുക എന്നുള്ളതാണ്. ആ ഒരു താബുദ് അൽഫാദിഹ ദൂനൽ ഇഹ്ദാബി മാനിഹ, അല്ലെങ്കിൽ അതിന്റെ ലഫ്ളുകളെ വലിയ കാര്യമായിട്ട് അത് ഉച്ചരിക്കുന്നതും അത് പാരായണം ചെയ്യുന്നതും ഒരു ഭാഗത്തായിട്ട് കാണുക, അതിന്റെ ആശയം കൊണ്ട് ഹിദായത്താകേണ്ട ആവശ്യം തീരെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇതാണ് ഇപ്പം മുസ്ലിങ്ങൾ കാട്ടിക്കൂട്ടിയത്, അതും നിങ്ങൾ കാണണം. ഒമൻ അഹദത്തുഹു ഹിജ ഇന്റെ സമാഇ മിസ്ല ഖൗലിഹി തആല വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഫ്സിദ് ആര്, മുസ്ലിഹ് ആര്, ഫസാദ് ഉണ്ടാക്കുന്നവരാര്, സ്വലാഹ് ഉണ്ടാക്കുന്നവരാര് അള്ളാഹു തിരിച്ചറിയും എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗൗരവമുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു ഹിജ്ജത്ത്, ഒരു വിറ നമ്മുടെ പിന്നെ കാതിലും ഹൃദയത്തിലും വരാനുണ്ട്. പക്ഷെ ആ വിറ ഉണ്ടല്ലോ, അതിനല്ലാ തെൽബസൻ തസൂൽ, അത് നീങ്ങിപ്പോകാൻ ഒരു താമസം ഉണ്ടാവില്ല. ആയത്തോതും അപ്പുറം വിറ ഉണ്ടാവും, അപ്പൊ തന്നെ പോവുകയും ചെയ്യും. സുമ്മ ഹോല ഇജു അൻ ഇഫ്സാദ്, ഇത് കേട്ടിട്ടും താൻ ചെയ്യുന്ന ഇഫ്സാദിൽ നിന്ന് അവൻ മാറില്ല. ഈ ആയത്ത് കേട്ട് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ആയത്ത് ഓതുന്നു എന്നിട്ട് മാറില്ല. ഹോല എർജുല റഷാദ്, അവൻ അവന്റെ ഒരു തൻ്റെ ഇടത്തിന്റെ ഒരു ബോധത്തിലേക്ക് തിരിച്ചു വരില്ല. ഒമിൻഹുമൻ ഇതസയ്യ ബിജിയിൽ മുത്തഖീൻ, ഇനിയുണ്ട് ചിലവർ മുസ്ലിങ്ങൾ മുത്തഖീങ്ങളുടെ വേഷമൊക്കെ അണിഞ്ഞായിരിക്കും അവരുണ്ടാകുക. സൂറത്ത് സാലിഹീൻ, സാലിഹീങ്ങളുടെ കോലത്തിലാണ് അവർ പ്രത്യക്ഷപ്പെടുക. വയുക്സിർമൻ തസ്ബീഹ് വ തിലാവ, തസ്ബീഹും തിലാവത്തും ധാരാളമായിരിക്കും. വഹ്ലൂർ സലാത്ത് ജമാഅത്ത് നിസ്കാരത്തിനൊക്കെ ഹാജരാവൽ വളരെ കൃത്യമായിരിക്കും. പക്ഷെ ഹത്തൈദാമ ജുഅല വസിയ്യൻ അലാ യതീം, ഇങ്ങനെയൊക്കെ മതം പാലിക്കുന്നു എന്ന് കാണിക്കുന്ന മനുഷ്യൻ ഒരു യതീമിന്റെ വസിയ്യായിട്ട് എങ്ങാൻ നിശ്ചയിക്കപ്പെട്ടാൽ, അവനെ സംരക്ഷിക്കാനുള്ള ആളെ നിശ്ചയിക്കപ്പെട്ടാൽ, ലാ തറ ലിദാലിക തഹന്നുസ് അസറൻ ഫി അമലി, ഈ തഹന്നുസ് അവന്റെ അമലിൽ ഒട്ടും സ്വാധീനിക്കുന്നില്ല എന്ന് കാണാം. തഹന്നുസ് എന്നാൽ കുറ്റമാകുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് തഹന്നുസ്. കുറ്റമാവും എന്നുള്ള ബോധത്തോടു കൂടി അത് മാറ്റി നിർത്തുക. അപ്പോൾ യതീമിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ കുറ്റം വരുമോ തെറ്റ് വരുമോ എന്നുള്ള ആൾക്കുള്ള ഈ ഒരു ബോധം ഉണ്ടല്ലോ, ആ ബോധം ഇവന്റെ അമലിൽ തീരെ സ്വാധീനിക്കുന്നുണ്ടാവില്ല. ആള് കൃത്യ ജമാഅത്തിനുണ്ടാവും, തസ്ബീഹും തിലാവത്തും ഉഷാറായിരിക്കും, കാണാൻ നല്ല മതഭക്തനായിരിക്കും, പക്ഷെ അവന്റെ ഡീലിങ്സ് വളരെ മോക്കായിരിക്കും. വലാലിക സുംതി ഹായിലൻ ദൂന ജലലി, ഈ ഒരു അടയാളം
അവന്റെ ജലലിൽ നിന്ന് അവനെ തടയാൻ പര്യാപ്തമാവില്ല, അവന്റെ വീഴ്ചയിൽ നിന്ന്. ബഹുവ ഇൻ അസ്ലഹ ഷൈൻ, അവൻ വല്ലതും നന്നാക്കുന്നുണ്ടെങ്കിൽ ഇസ്ലു അഷിയ, വേറൊരു പാടെണ്ണം കേട് വരുത്തുന്നുണ്ടാവും. ചിലതൊക്കെ ഇസ്ലാഹ് ചെയ്യുന്നുണ്ടാവും, എന്നാൽ ഒരു 10 വേറെ കേട് വരുത്തുന്നുണ്ടാവും. വലാ യുറാഖിബുല്ലാഹ, അള്ളാഹുവിനെ മുറാഖബ ചെയ്യുക, അള്ളാഹു കാണുന്നുണ്ട് ഉള്ള നിരീക്ഷണ ബോധം അത് അവനുണ്ടാവില്ല. വലാഖിൻ യുറാഖിബുൽ ഹിസ്ബ വൽ ഖളാ, മറിച്ച് ഹിസ്ബത്തിനെയും ഖളാഇനെയും ആയിരിക്കും വിധി എന്ത് എന്നുള്ളത് മാത്രമായിരിക്കും അവൻ നോക്കുന്നുണ്ടാവും. ലാലിക്കൽ ഇസ്ലാം പൽസാറ തഖാലി സൂരിയ, കാര്യം എന്താ വെച്ചാൽ ഇന്ന് ഇസ്ലാം കുറെ രൂപത്തിലുള്ള ഇമിറ്റേഷൻ മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഹറക്കാത്തിൻ ബദനിയ, പിന്നെ ശാരീരികമായ കുറച്ച് ചലനങ്ങളുമായിട്ട് മാറിയിരിക്കുകയാണ്. ലൈസലഹു മൻബഅൻ ഫിൽ ഖുലൂബ്, ഖൽബില് ഒരു മൻബഅ, ഒരു ഉറവിടം അതിനില്ല. വലാ അസ്റു സാലിഹിൻ ഫിൽ അമാൽ, ലൈസലഹു മൻബഅൻ ഫിൽ ഖുലൂബ് എന്നാണ് പറയുന്നത്, മൻബഅൻ എന്നല്ല. അവിടെ ജസ്മാവേണ്ട ആവശ്യമില്ല, ലൈസ അവിടെ താമായ ലൈസയാണ്, നാഖിസല്ല. അപ്പോൾ അവന്റെ കൽബുകളിൽ ഇതിനൊരു മൻബഅ ഇല്ല, പാലായിട്ട് പറയണം. വലാ അസ്റു സാലിഹിൻ ഫിൽ അമാൽ, അമലുകളിൽ ഒന്നല്ല സ്വാലിഹായിട്ടുള്ള തേസീറും അതിനില്ല. മനുഷ്യന്റെ അമലിലോ അവന്റെ കൽബിലോ ഒരു ഒന്നും ചെയ്യാത്ത ഒന്നായിട്ട് ഇസ്ലാം മാറിയിരിക്കുകയാണ്. വൈനല്ലാഹു തആല ലാ യൻദുറു ഇല സൂറ വൽ അബ്ദാൻ, വാസ്തവത്തിൽ കോലവും ശരീര ആകാര രൂപവും അള്ളാഹു നോക്കില്ല. വലാ യഅ്ലു ബി ഹറകാത്തി വൽ അഖ്വാൽ, ചലനങ്ങൾ എന്ത്, ഉരുവിടുന്ന വാക്കുകൾ എന്ത് ഉള്ള അല്ല അള്ളാഹു പരിഗണിക്കുക. വലാകിൻ യൻദുറു ഇലൽ ഖുലൂബ് വൽ അർവാഹ്, ഖൽബിലേക്കും റൂഹിലേക്കുമാണ് അള്ളാഹു തആല പരമപ്രധാനമായിട്ട് നോക്കുക. സലാഹിഹ മിൻ ഖൈരി വ ഇസ്ലാഹ്, ഖൽബുർ റൂഹ് നന്നായി അതുവഴി ഉണ്ടാകുന്ന ഖൈറുകളും ഇസ്ലാഹുകളും എന്താണ് എന്നുള്ളതാണ് അള്ളാഹു തആല നോക്കുക. അപ്പൊ അത്രയാണ് 220-ാമത്തെ ആയത്തിലെ തഫ്സീർ അവിടെ കഴിയാണ്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക്, ഒരു ഹുക്മ് പറയുന്ന വിഷയത്തിലേക്കാണ് കടന്നു പോകുന്നത്. 221. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولا تنكحوا المشركات حتى يؤمنوا ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. അപ്പൊ ഇവിടെ വിഷയം, മുശ്രിക്കാത്തിനെ നിങ്ങൾ നിക്കാഹ് ചെയ്യരുത്, അവർ മുഅ്മിനായിട്ടല്ലാതെ. തീർച്ചയായും മുഅ്മിനായി നിൽക്കുന്ന ഒരു അടിമപ്പെണ്ണാണ് മുശ്രിക്കത്തായിട്ടുള്ള ഒരാളെക്കാൾ മെച്ചം. ഈ മുശ്രിക്കത്ത് നിങ്ങൾ അങ്ങേറ്റം ആകർഷിച്ചാൽ പോലും. അതേപോലെ മുശ്രിക്കീങ്ങളായ ആണുങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കരുത്, അവർ മുഅ്മിനായിത്തീരുന്നവരെ. മുഅ്മിനായ ഒരു അബ്ദാണ് മുശ്രിക്കായിട്ടുള്ള ഒരാളെക്കാളും ഖൈറ്. ആ മുഅ്മിനായ അബ്ദ് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയാലും നിങ്ങൾ ആകർഷിച്ചാലും. കാരണം മുശ്രിക്കീങ്ങൾ ക്ഷണിക്കുന്ന നരകത്തിലേക്കാണ്, അള്ളാഹു ക്ഷണിക്കുന്ന ആവട്ടെ സ്വർഗത്തിലേക്കാണ്. അതേപോലെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമുള്ള മഗ്ഫിറത്തിലേക്കുമാണ്. അള്ളാഹു അവന്റെ ആയത്തുകൾ ജനങ്ങൾക്കായി വിശദമായി വിവരിച്ചു കൊടുക്കുന്നു, അവര് ഉത്ബോധനം ഉൾക്കൊണ്ടേക്കും എന്നുള്ളതാണ്. പല ആയാത്ത് ഫി സർദിൽ അഹ്കാം കമാ തഖദ്ദം, ഹുക്കുമുകൾ വിവരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹംറയുടെ ഹുക്കും പറഞ്ഞു, യതീമുകളുടെ സ്വത്തിന്റെ ഹുക്കും പറഞ്ഞു. അപ്പൊ ഹുക്കുമുകളുടെ വിവരണമാണ്. പല ഹാജത്തിന്റെ റബ്തി കുല്ലി ആയത്ത് മിമാ ഖബ്ല, ഹുക്കുമുകൾ ഓരോന്നോരോന്നും പറയണം. ആ ഓരോ ഹുക്കുമും മറ്റു ഹുക്കുമായിട്ട് പ്രത്യേകിച്ച് റബ്ത്ത് വേണമെന്ന ആവശ്യമൊന്നുമില്ല. ഹുക്കുമുകൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. യതീമുകളുടെ കാര്യം, മറ്റേ മദ്യത്തിന്റെ കാര്യം, ഇൻഫാഖിന്റെ കാര്യം എന്ന പോലെ നിക്കാഹിലൊരു വിഷയം ഹുക്കുമ് അത്രയേ ഉള്ളൂ. അല്ലാതെ ഓരോ ആയത്തും തൊട്ടുമുള്ള ആയത്തിൽ റബ്ത്ത് ചെയ്ത് ആവശ്യമായ കാര്യമൊന്നുമില്ല. വറത്തു ലാഹിർ, ഇനി ബന്ധമുണ്ടോ വെച്ചാൽ ബന്ധം വ്യക്തമായിട്ടുണ്ടാകും. അലൽ ഖൗൽ ബി അന്നൽ മുറാദ ബിൽ മുഖാലത്ത ഫിൽ ആയത്തി സാബിഖ നിക്കാഹുൽ യതാമ, അതാ വിഷയം. നേരത്തെ പറഞ്ഞ ആയത്തിൽ മുഖാലത്ത് ഉണ്ടല്ലോ, യതീമുകളായിട്ട് മിംഗ്ലിംഗ് ആവാം. ആ മിംഗ്ലിങ്ങിലെ പ്രധാനപ്പെട്ട വിഷയമാണ് യതീമുകളായ അനാഥകളായ പെൺമക്കളെ നിക്കാഹ് ചെയ്യുക എന്ന് പറഞ്ഞ വിഷയം. അപ്പൊ ആ നിക്കാഹ് സൂറത്തുൻ നിസാന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. സംരക്ഷകർ അവരെ നിക്കാഹ് ചെയ്യാൻ മോഹിക്കുന്ന ഒരു ഘട്ടം വരികയും മഹർ കൊടുക്കാതിരിക്കുകയും ചെയ്യുക, അത് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ 2, 3, 4 എന്നൊക്കെ പറഞ്ഞ ആ വിഷയത്തിലാണ്. യതീമിനെ സംരക്ഷിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യം പറയുമ്പോഴാണ്.
أخرج ابن المنذر وابن حاتم الواحد عن مقاتل قال في رواية പറയുന്നത് നസറത്ത് ഹാജിലായ ഇബ്നു അബി മർസദ് അൽ ഗനവി ഇബ്നു അബി മർസദ് അൽ ഗനവിയുടെ അബൂ മർസദ് അൽ ഗനവിയുടെ മകന്റെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നൊരു റിപ്പോർട്ട്. എന്താ കാര്യം? ഇസ്തഅദന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഇനാഖ് അൻ യതസവ്വജഹ വഹിം ശരിക്ക. ഇനാഖ് എന്ന പേരുള്ള മുശ്രിക്കത്തായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് നബിയോട് വന്ന് അനുവാദം ചോദിച്ചു ഈ പറഞ്ഞ ഇബ്നു അബി മർസദ്. അവൾ മുശ്രിക്കത്താണ്. വക്കാനത്ത് ഹല്ലിൻ മിൻ ജമാൽ, അവൾ വളരെ സൗന്ദര്യവതിയായിരുന്നു. ഫനസലത്ത്, അപ്പൊ ഈ ആയത്തിറങ്ങി വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന, മുശ്രിക്കാത്ത് നിങ്ങൾ കല്യാണം കഴിച്ചേക്കരുത് അവർ മുഅ്മിനായിട്ടല്ലാതെ. ദക്കറദാലിക സുയൂത്തി ഫി അസ്ബാബിൻ നുസൂൽ, ഇമാം സുയൂത്തി ഈ ആയത്തിന്റെ അസ്ബാബിൻ നുസൂൽ ഈ സംഭവം പരാമർശിക്കുന്നുണ്ട്. സമ്മഖാൽ ഖൗലു തആല വലാ അമത്തു മുഅ്മിന എന്ന് പറഞ്ഞത് അല്ല. അഖ്റജൽ വാഹിദി മിൻ തരീഖ് സുദ്ദിയാൻ അബി മാലിക് നബി അബ്ബാസ് ഖാൽ നസറത്ത് ഹാദിൽ ആയ ഫി അബ്ദുല്ലാഹി ഇബ്നു റവാഹ. വലാ അമത്തു മുഅ്മിന എന്നുള്ളത് വന്നത് അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ വിഷയത്തിലാണ്. കാര്യം വെച്ചാൽ കാനത്ത് ലഹു അമത്തുൻ സൗദാവ്, അദ്ദേഹത്തിന് നല്ല കറുത്ത നിറമുള്ള ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. വനഹു ഗളിബ അലൈഹ ഫലത്തമ, ഒരിക്കൽ ദേഷ്യം വന്നിട്ട് അവളുടെ മുഖത്തടിച്ചു അബ്ദുല്ലാഹി ഇബ്നു റവാഹ. സുമ്മിൻഹു ഫസിയ, പിന്നെ അദ്ദേഹത്തിന് ഭയം വന്നു ആ മുഖത്തടിച്ചതിന്. ഫഅത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു, നബിയുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലൗതിഖന്നഹ വലാ തസവ്വജന്നഹ, നബിയെ ഞാൻ അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാം, സ്വതന്ത്രയാക്കാം, എന്നിട്ട് ഞാൻ അവരെ കല്യാണം കഴിക്കുകയും ചെയ്യാം. ഫഅല, അങ്ങനെ ചെയ്തു അദ്ദേഹം. ഫതാന ലഹിന്നാസ്, അപ്പൊ പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ഖാലു യൻകിഹു അമതൻ, ഒരു അടിമപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്നു ഇയാള് എന്ന് പറഞ്ഞ ആയിബാക്കിയത്. ഫഅൻസലല്ലാഹു ഹാദില്ലായ, അപ്പൊ അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. അഖ്റജ ഇബ്നു ജരീർ അനി സുദ്ദി മുൻഖത്തി, ഇതന്നെ മുൻഖത്തിയായിട്ട് വന്നിട്ടുണ്ട് സുദ്ദിയിൽ നിന്ന്, അതായത് പരമ്പര മുറിഞ്ഞുകൊണ്ട്. പിന്നെ വലാഹിറുഹു അന്ന ഖൗലഹു തആല വലാ അമത്തു മുഅ്മിന ഇലാ ആജബത്തുക്കും, വലാ അമത്തു മുഅ്മിന തുടങ്ങിയിട്ട് ആജബത്തുക്കും എന്ന് പറയുന്ന ആയത്തുണ്ട്. അത് ആയത്ത് മുസ്തഖില്ല, സ്വതന്ത്രമായ ഒരു ആയത്താണെന്നാണ് മനസ്സിലാകുന്നത്. നസറത്ത് ഫി ഹാജത്തിൻ ഗൈറുൽ ഹാജിസ അല്ലത്തി നസറ ഫിഹാ ഖൗലുഹു തആല വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന. വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന ഉള്ള ആയത്തിറങ്ങാൻ എന്താണോ കാരണമായത് സംഭവം, ആ സംഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു സംഭവത്തിലാണ്, സ്വതന്ത്രമായ വേറൊരു ആയിട്ടാണ് വലാ അമത്തു മുഅ്മിന എന്നുള്ള രണ്ടാമത്തെ ഭാഗം ഇറങ്ങിയത്. ഹൽ ലാഹിർ മിൻ സനീഇഹി ഖഫിയുൻ ഫി നഫ്സിഹി, ഇത് പിന്നെ ലാഹിറാണ്, പക്ഷെ അത് അതിന്റെ ഉള്ളിൽ അവ്യക്തമായി കിടക്കുന്ന ഒരു സംഗതിയാണ്. ബൽ ഹുവ ബാത്തിലുൻ അൽബത്ത, എന്നല്ല അത് തീർത്തും ബാത്തിലാണ്. വലാ ശക്ക അന്ന ആയത വാഹിദ നസലത് മറ വാഹിദ മിസ്ല നസില ബയാൻ അഹ്കാമിഹ. സംഗതി എന്താ വെച്ചാൽ ഒരൊറ്റ തവണയായിട്ട് ഇറങ്ങിയ ഒരൊറ്റ ആയത്ത് തന്നെയാണിത്. ആളുകൾക്ക് അതിന്റെ ഹുക്മുകൾ വിവരിക്കേണ്ട ആവശ്യം വന്നപ്പോൾ ഇറങ്ങിയതാണ് ഈ ആയത്ത്. വലാ മാനി അൻ യകൂന ദാലിക ബഅദ ഹുദൂസി മാ റുവിയ അൻ അബീ മർസദ് വഅൻ അബ്ദുല്ലാഹി ഇബ്നു റവാഹ. ഒരുപക്ഷെ അബൂ മർസദിൽ നിന്നുണ്ടായ സംഭവവും അബ്ദുല്ലാഹി ഇബ്നു റവാഹയിൽ നിന്നുണ്ടായ സംഭവം ഉണ്ടായതിനു ശേഷമായിരിക്കാം ഇത് ഇറങ്ങിയത്, അതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ ഒറ്റ വിഷയത്തിലുള്ള ഒറ്റ ആയത്ത് തന്നെയാണ്, അല്ലാതെ രണ്ട് ഇതല്ല. ഫീ റൂഹിൽ മആനി മനസ്സു, ഫീ റഹ്മാനിയിൽ വന്നതിന്റെ പിന്നെ നേരെ ഭാഗമാണ് കൊടുക്കുന്നത്. റവൽ വാഹിദി വഗൈറുഹു ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ മിൻ ഗിനൻ യുഖാലു ലഹു മർസദ്. പിന്നെ ഗന എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഗോത്രമാണ്. മിൻ ഗനൻ, ഗന ഗോത്രത്തിൽപ്പെട്ട മർസദ് ബിൻ നബി മർസദ്, അതാണ് നബി എന്ന് പറയുക, ഗന ഗോത്രക്കാരൻ. അപ്പൊ ഗന ഗോത്രക്കാരനായ മർസദ് ബിൻ നബി മർസദിനെ നബി അയക്കുകയുണ്ടായി. ഹലീഫ് അലി ബനി ഹാഷിം, ബനു ഹാഷിമിന്റെ ഹലീഫായിട്ടാണ് അയച്ചത്, അവരുടെ കൂടെയുള്ള ആളായിട്ട്. എങ്ങോട്ട് അയച്ചത്? ഇല മക്ക, മക്കയിലേക്ക്. ലീഖുൽ ഉനാസ മിനൽ മുസ്ലിമീൻ ബിഹാ അസ്റ, അവിടെ ബന്ദികളായി നിൽക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, അവരെ മോചിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് മക്കയിലേക്ക് അയച്ചത്. ഫലമ്മ ഖദിമഹ, അങ്ങനെ മക്കയിൽ അദ്ദേഹം എത്തിയ സമയത്ത് സമയത്ത് ബിഹി ഇംറാത്തുൻ യുഖാലു ലഹാ ഇനാഖ്, ഇദ്ദേഹം വന്ന കാര്യം ഇനാഖ് എന്ന പേരുള്ള ഒരു സ്ത്രീ കേൾക്കാനിടയായി. വക്കാലത്ത് ഖലീലത്തൻ ലഹു ബിൽ ജാഹിലിയ, ഇവർ തമ്മിൽ ജാഹിലിയ കാലത്ത് ഒരു സുഹൃത്ത് ബന്ധമുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷെ ഫലമ്മ അസ്ലമ അഅറള അൻഹ, മുസ്ലിം ആയപ്പോൾ അദ്ദേഹം അവളിൽ നിന്ന് അകന്നുപോയി. ഫഅതത്ഹു വഖാല, അപ്പൊ ഇദ്ദേഹം മക്കയിൽ നിന്ന് കേട്ടപ്പോൾ അവള് വന്നിട്ട് അവരുടെ ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു വൈഹക യാ മർസദ് അലാ നഖ്ലുദ്, എന്താ മർസദ് ഇത്,
നമുക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ എന്ന് ചോദിച്ചു. അലാ നഹ്, എന്നാ നമുക്ക് മാത്രമായിട്ടൊന്നും ഇരിക്കണ്ടേ? അപ്പൊ കാലലഹ, അപ്പൊ അവളോട് അദ്ദേഹം തീർത്തു പറഞ്ഞു, ഇന്നൽ ഇസ്ലാം ഖദ് ഹാല ബൈനി വബൈനക്, ഇസ്ലാം എനിക്കും നിനക്കും ഇടയിൽ അതിന് മറണ്ടാക്കിയിട്ടുണ്ട്. വഹറമഹു അലൈന, ഈ തരത്തിലുള്ള ഇരുത്തവും ബന്ധവും നമുക്ക് ഇസ്ലാം ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. വലാക്കിൻ ഇൻ ഷിഇതി തസവ്വജ്തുകി, എന്നാൽ നിനക്ക് മോഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ജിവാജ് കല്യാണം കഴിച്ചോളാം. അപ്പൊ കാലത്തിനാ, അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞോളൂ. ഫഖാൽ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇദാ റജഅതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഅദൻതുഹു ഫീ ദാലിക സുമ്മ തസവ്വജ്തു, ഞാൻ റസൂലിന്റെ അടുത്തേക്ക് മടങ്ങി ചെന്നിട്ട് ഈ കാര്യത്തിൽ അനുവാദം ചോദിക്കും, അനുവാദം കിട്ടിയിട്ട് ഞാൻ നിന്നെ പിന്നീട് കല്യാണം കഴിക്കും. ഫഖാലത്തു ലഹു അബി തതബറം, അപ്പൊ പറഞ്ഞു, എന്റെ വാപ്പാക്കയില് വലിയ മടുപ്പ് വരുന്നുണ്ട്. പിന്നെന്താ ഉണ്ടായ വെച്ചാൽ, അല്ല സോറി, അബി എന്നല്ല, ആ ബി തത്തബറം, അവിടെ ആ ചോദ്യമാണ്, ആ ബി തത്തബറം, എന്നെ കൊണ്ട് നിനക്ക് മടുപ്പാണോ, എന്റെ കാര്യത്തിൽ നിനക്ക് മടുപ്പാണോ എന്നാ ചോദ്യം. അബി, ഹൽ ബി എന്നുള്ള അതാണ് അബി, എന്റെ വാപ്പാണുള്ള അബി അല്ല. എന്നെ കൊണ്ട് നിനക്ക് ബറാമാണോ, മടുപ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെന്ത് ചെയ്യാണ്, അയാൾക്കെതിരെ ഇവള് സഹായം തേടുകയാണ് കുടുംബത്തിന്റെ. ലറബൂഹു ലർബൻ വജിയ, എന്നിട്ട് അവര് അദ്ദേഹത്തെ നന്നായിട്ട് വേദനിപ്പിക്കും വിധം അടി പാസാക്കി. ചുമ്മാ ഹല്ലു സബീല, പിന്നെ വിട്ടയച്ചു. ഫലമ്മ ഖള ഹാജത്തഹു ബി മക്ക, മക്കയിൽ നബി ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ ഇൻസറഫ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാജിയ, മടങ്ങി റസൂലിന്റെ അടുത്തേക്ക് വന്നു. വാലമുല്ലദി കാന മിൻ അംരിഹി, ഉണ്ടായ കാര്യങ്ങളൊക്കെ റസൂലിനെ അദ്ദേഹം അറിയിച്ചു. വഅംറ ഇനാഖിൻ, ഇനാഖിന്റെ കാര്യം പറഞ്ഞു. ഒമാ ലഖീബി സബബിഹ, അവള് കാരണം താൻ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. വഖാല യാ റസൂലുള്ളാഹ്, എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലെ, അയഹില്ലു ലി അൻ അതസവ്വജഹ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ഹലാലാവോ? വഫീ റിവായ ഇന്നഹ തുഅ്ജിബുനി, വേറെ റിവായത്തിൽ അവൾ എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്, എനിക്ക് വലിയ ഇഷ്ടം തോന്നുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഫനസലത്ത്, അപ്പൊ ഈ ആയത്തിറങ്ങി. ഇതാണ് ഇഷ്ടമായിട്ട് വന്ന ആ റിവായത്ത്. ഇത് പറഞ്ഞിട്ട് താക്കബ് കാലിക്ക് സുയൂത്ത്, സുയൂത്തി അതിന്റെ തൊട്ട് പിന്നാലെ നോട്ട് ചെയ്യുന്നുണ്ട്, ബിഅന്നഹ ലൈസ സബബൻ ലിനുസൂലിൽ ഹായി, ഈ ആയത്തിന്റെ നുസൂലിന്റെ കാരണമല്ല ഇത്. വഇന്നമാ ഹുവ സബബുൻ ഫി നുസൂലി ആയത്തിനു അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കൻ, സൂറത്തുൻ നൂറിലെ 3-ാമത്തെ ആയത്ത്. ഒരു വ്യഭിചാരിണിയെയോ മുശ്രിക്കത്തിനെയോ അല്ലാതെ കല്യാണം കഴിക്കില്ല എന്ന ആയത്തിന്റെ സബബുൻ നുസൂലായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. റവസുദ്ദീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അന്നഹ നസറത് ഫി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ വകാനത്ത് ഹാമത്തുൻ സൗദാ, നേരത്തെ പറഞ്ഞ കറുത്ത അടിമപ്പെട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുടെ വിഷയത്തിൽ ഈ ആയത്തിറങ്ങിയെന്നാണ് ഇബ്നു അബ്ബാസിൽ നിന്ന് സുദ്ദി പറയുന്നത്. ഫനോ ഗളിബ അലൈഹ ഫലതമഹ, ദേഷ്യം വന്നു അവളെ മുഖത്തടിച്ചു. സുമ്മ ഇന്നഹു ഫസിയ ഫാത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു ഖബറഹ, ഉടനെ അദ്ദേഹത്തിന് പേടിയായി, റസൂലിന്റെ അടുത്തേക്ക് ഓടി വന്നു, അവളുടെ കാര്യം പറഞ്ഞു. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹിയ യാ അബ്ദുല്ലാഹ്, ഖാല ഹിയ യാ റസൂലുള്ളാഹ് തസൂമു വതുസല്ലി വതഹ്സിനുൽ വുളൂ, മാ ഹിയ, അവളുടെ കാര്യം എങ്ങനെയാണ്, അവൾ എങ്ങനത്തോളാണ് അബ്ദുള്ള? അപ്പോൾ റസൂല്, അവള് നോമ്പൊൽക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നന്നായിട്ട് വുളൂ ചെയ്യുന്നുണ്ട്. വതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുഹു, അള്ളാഹു മാത്രമാണ് ഇലാഹെന്നും താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഫഖാല യാ അബ്ദുല്ലാഹ് ഹിയ മുഅ്മിന, അപ്പോൾ റസൂൽ പറഞ്ഞു, അവൾ മുഅ്മിനത്താണല്ലോ അബ്ദുള്ള. ഖാല അബ്ദുല്ലാഹ് ഫവല്ലദി ബഅസക ബിൽ ഹഖ് ലൗതിഖന്നഹ വലതസവ്വജന്നഹ, സത്യമായി നിങ്ങളെ നിയോഗിച്ച പടച്ചോൻ ആണ്, ഞാൻ അവളുടെ മോചിതയാക്കും, അടിമത്ത മോചിതയാക്കും, അവളെ കല്യാണം കഴിക്കുകയും ചെയ്യും. ഫഫഅല, അദ്ദേഹം പ്രാവർത്തികമാക്കിയ പറഞ്ഞ പോലെ. ഫത്താന അലൈഹി നാസ് മിനൽ മുസ്ലിമീൻ ഫഖാലൂ നകഹ അമതൻ, അപ്പോൾ മുസ്ലിങ്ങൾ എന്നൊരു കൂട്ടം അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു അടിമപ്പെട്ട കല്യാണം കഴിച്ചിരിക്കുന്നു, കുറച്ചാക്കി പറഞ്ഞു. വക്കാന യുരീദൂന യൻകിഹു ഇലൽ മുശ്രിക്കീൻ വയുൻകിഹുഹും റാബത മിൻ അൻസാബി, മുശ്രിക്കീങ്ങളുമായി കല്യാണ ബന്ധം പുലർത്താൻ, അവരുടെ ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാൻ ഒക്കെ മുസ്ലിങ്ങൾ താല്പര്യം കാണിച്ചിരുന്നു. അവരുടെ കുടുംബത്തിന്റെ ബന്ധം താല്പര്യം ആഗ്രഹിച്ചുകൊണ്ട്, അവരുടെ നസബ് നിലനിൽക്കാനുള്ള ആഗ്രഹത്താൽ മുശ്രിക്കീങ്ങളുമായിട്ട് കെട്ടുബന്ധം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക്. അപ്പോഴാണ് അൻസലല്ലാഹു വലാ തൻകിഹു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയൽ ക്ലോസ് ചെയ്തു. പാടില്ല, മുശ്രിക്കാത്തിനെ വിവാഹം കഴിക്കാൻ പാടില്ല, മുസ്ലിക്കീങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനും പാടില്ല എന്ന് വ്യക്തമായും പരാമർശിക്കുന്ന
ആയത്ത് വന്നത് ഈ പൂജയൊക്കെ മുസ്ലിങ്ങൾക്ക് ചിലക്കെങ്കിലും ഉണ്ടായിരുന്നപ്പോഴാണ് എന്ന്. ഇന്ദഹ സിയാഖുൽ ആലൂസി വഹു അഹ്സൻ മിൻ സിയാഖി ശുയൂത്തിൽ ഖദ്ദംന. നേരത്തെ പറഞ്ഞ സുയൂത്തി ഉദ്ധരിച്ച സന്ദർഭത്തെക്കാളും കുറെ കൂടി ഹസനാണ് ആലൂസി പറഞ്ഞ ഈ സിയാഖ് എന്ന് മുഫസ്സർ, കാരണം കുറച്ചും കൂടി വിശദമാണ്. ഉദാക്ക മുഖ്തസർ ഇഖ്തിസാറൻ, അതാണ് പറ്റേ സംക്ഷിപ്തമാണ്. ആ സംക്ഷിപ്തം കൊണ്ട് ഔഹമ അന്നല്ലദി നസല ഫി അബ്ദുല്ലാഹി ഇബ്നു റവാഹ വ ഖൗലുഹു തആല വലാ അമ. അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ കാര്യത്തിൽ ഇറങ്ങിയത് വലാ അമത്തു മുഅ്മിനത്തുള്ള ആയത്താണെന്ന് തോന്നലുളവാക്കുന്നുണ്ട്, അത്രയും സംക്ഷിപ്തമായതുകൊണ്ട്. അലാന സുയൂത്തി ഖാല ഫി മുഖദ്ദിമത്തി കിതാബിഹി ഫി അസ്ബാബിൻ നുസൂൽ. എന്നാൽ അസ്ബാബുൻ നുസൂലിൽ കിതാബിന്റെ മുഖദ്ദിമയിൽ സുയൂത്തി പറയുന്നുണ്ട് ഇന്ന സഹാബ യദ്കുറൂൻ, സഹാബികളൊക്കെ പറയുന്നുണ്ടെന്ന്, അന്നൽ ആയത്ത് നസലത് ഫി കദാ ഫലാ യുരീദു ബിഹി ഇല്ലാ തഫ്സീറഹ. ഇന്ന വിഷയത്തിൽ ആയത്തിറങ്ങി എന്ന് സഹാബികൾ പറയും. അവരാ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ആ വിഷയത്തിന്റെ സബബുൻ നുസൂൽ എന്നല്ല, മറിച്ച് ആ വിഷയത്തിന് തഫ്സീർ അതാണ് എന്നുള്ളതാണ്. ഇന്ന വിഷയത്തിൽ ഇറങ്ങി എന്നാൽ അതിന് തഫ്സീർ അതാണ് എന്നെ സഹാബികളുടെ പറച്ചിനർത്ഥമുള്ളൂ. ആ ഇന്ന മാനഹ യതനാവൽ ദാലിക, ഈ ആയത്തിന്റെ അർത്ഥം ഈ ഭാഗം ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് ആര് പറഞ്ഞതിനർത്ഥം. ഇന്ന വിഷയത്തിൽ ആയത്തിറങ്ങി എന്നാൽ, അല്ലാതെ സബബുൻ നുസൂലാണത് എന്നുള്ള ഉദ്ദേശത്തിലല്ല ആ പരാമർശം. എന്നാൽ വൈജാദക്കറ അസ്ബാബൻ, സബബുകൾ അവർ പറയുന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ ഉണ്ടായ ശേഷം തൊട്ട് പിന്നാലെ ആയത്തിറങ്ങി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആലുസി അപ്പോൾ ഇന്ന സുയൂത്തി താക്കബൽ വാഹിദി ബിസബുൽ അവൽ, ആദ്യത്തെ സബബിന്റെ കാര്യത്തിൽ വാഹിദിയെ പിന്നെ താക്കബ് ചെയ്തിട്ടുണ്ട് ആര്? സുയൂത്തി. താക്കബ് എന്നാൽ അദ്ദേഹം പറഞ്ഞതിലെ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് അർത്ഥം എന്ന് ആലുസി പറയുന്നുണ്ട്. വലൈസഫി കിതാബിഹി അലാ ഷൈഇൻ മിൻ ഹാദാ താഖബ്, എന്നാൽ അത്തരമൊരു താക്കബിന്റെ ഒരു ഭാഗവും ഈ കിതാബിലില്ല. അലാനഹു ഹവ കിതാബുൽ വാഹിദി വസിയാദ്, വാഹിദിയുടെ കിതാബും അഡീഷണൽസ് ഒക്കെ അതിലുണ്ട് താൻ. ഇനി സൂറത്തുൽ നൂറിലെ അസ്സാനില അൻകിഹില്ല അസ്സാനിയ മുശ്രിക്ക എന്നുള്ള ആയത്ത് ഫഖദ് ദഖറഹ സുയൂത്തി സബബൈൻ, ആ ആയത്തിന്റെ സബബായിട്ട് സുയൂത്തി രണ്ട് കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഒന്ന്, അന്ന റജുലൻ അറാദ അൻ യസ്വജ ഇംറാത്തൻ യുഖാലു ലഹ ഉമ്മു മഹ്സൂൽ, ഉമ്മു മഹ്സൂൽ എന്ന പേരുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ഉദ്ദേശിച്ചു. ഈ പറഞ്ഞ പെണ്ണ് കാനത്ത് തുസാഫിഹു, അഭിസാരികയായിരുന്നു. മുസാഫാത്തന സിന ചെയ്യാറുണ്ടായിരുന്നു. റവാഹു നസായി. വസ്സാലി, രണ്ടാമത്തെ കാര്യം റിപ്പോർട്ടായിട്ട് വന്നത് അന്ന റജുലൻ യുഖാലു ലഹു മസീദ് അറാദ അൻ യസ്വജ ഇംറഅ ബി മക്ക സദീഖത്തൻ ലഹു യുഖാലു ലഹ ഇനാഖ്, മക്കയിലെ തന്റെ ഫ്രണ്ടായിരുന്ന ഇനാഖ് എന്ന പേരുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു. റവാഹു അബൂ ദാവൂദ് തിർമിദി വനസായി വൽ ഹാക്കിം മിൻ ഹദീസ് അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി വഫി ഹദീസ് മിൻഹുമാ മഖാൽ. പക്ഷേ ഈ ഹദീസിൽ മഖാലുണ്ട്. മഖാലുണ്ട് എന്നാൽ അതിൽ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത്ര സഹിയായ റിവായത്തല്ല. വഖദ് റവൽ അവ്വൽ ഗൈറു മൻ ദക്കറ ഖൗലുഹു ഹുനാ മസീദ് മുസഹഫ് വസ്സവാബ് മർസദ്. ഇവിടെ പക്ഷേ മസീദ് എന്ന് പറഞ്ഞിട്ടുള്ളത് തിരുത്തപ്പെട്ടൊരു വാക്കാണ്. ശരിക്കും അതിന്റെ രൂപം മർസദാണ്. നേരത്തെ വന്ന മർസദ് തന്നെയാണ് മസീദായിട്ട് മാറിയത്. നിക്കാഹുൽ ബഗായ കാന ഫാഷിയിൽ, ഏതായിരുന്നാലും ജാഹിലിയ കാലത്ത് ബഗായെ, അതായത് വേശ്യകളെ കല്യാണം കഴിക്കാനുള്ളത് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്ന സമ്പ്രദായമാണ്. വൽ മഷ്ഹൂറാത്ത് മിൻഹുന്ന ഫിൽ ജാഹിലിയ കസീറ, ഈ പണിയിൽ കുപ്രസിദ്ധരായ സ്ത്രീകൾ ജാഹിലിയ കാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. വഖദ് നസലത്ത് ആയത്തു ഫിൽ ജമീഅ, അവരെല്ലാവരുടെയും കാര്യത്തിലാണ് അൽ അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ മുശ്രിക്ക എന്നുള്ള ആയത്ത് വന്നിട്ടുള്ളത്. വജുംലത്തുൽ ഖൗൽ, ആകത്തുക എന്താ? അന്നമാറു ഫിൽ ആയത്തിലെത്തി മുഫസ്സിറുഹല്ല, ഇപ്പൊ നാം തഫ്സീർ ചെയ്യുന്ന ഈ ആയത്തിൽ വന്ന റിപ്പോർട്ട് മുത്തഫഖുൻ അലാ അന്നൽ മുറാദ ബിൽ മുശ്രിക്കാത്ത് ഫീഹാ ഗൈറുൽ കിതാബിയ്യ മിൻ നിസാഇൽ അറബ്. ഇവിടെ മുശ്രിക്കാത്ത് എന്ന് വന്നിട്ടുള്ളത് അറബി സ്ത്രീകളുടെ കൂട്ടത്തിലെ അഹ്ലെ കിതാബുകാരായ സ്ത്രീകളുടെ പരാമർശിച്ചുകൊണ്ടല്ല, കിതാബിയാത്തിന് ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലെ പെണ്ണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നാണ് വ്യക്തം. എന്നാൽ ആവട്ടെ ചിലര് പറയുന്നുണ്ട് മുശ്രിക്കീൻ എന്നും മുശ്രിക്കാത്തെന്നും പറഞ്ഞാൽ ഷിർക്കുള്ള എല്ലാവരെയും അത് ബാധിക്കും, അഹ്ലെ കിതാബുകാരും പെടും. അഥവാ ഈസാ നബി ആരാധിക്കുന്ന, മറിയം ബീവി ആരാധിക്കുന്ന ക്രിസ്ത്യാനികളും അതിൽ പെടും, അവർ മുശ്രിക്കാണോ, ഷിർക്ക് ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന ഭാഗമാഹും അലഹി ഷിർക്കുൻ, അവര് നിലകൊള്ളുന്ന ചില കാര്യങ്ങൾ എങ്കിലും ഷിർക്കാണ്, അതുകൊണ്ട് മുശ്രിക്കൂൻ എന്നുള്ള പരാമർശത്തിൽ അവരും പെടും. ഫഖദ് ഖാല തആല ബഅദ ദിക്രി ബഅദി അഖായിദി, അവരുടെ ചില വിശ്വാസങ്ങളെ പറ്റി പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞല്ലോ സുബ്ഹാനഹു അമ്മാ യുശ്രിക്കൂൻ, സൂറത്ത് തൗബ 31.
അവർ ഷിർക്കിൽ നിന്ന് എത്രയോ വിശുദ്ധനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ വിശുദ്ധി അള്ളാഹു ആൾക്കാർ. ഫസ്ദല്ലു അലാ ഷിർക്കിഹിം മൈളൻ ബിഖൗലിഹി തആല. അവർ ഷിർക്ക് ചെയ്യുന്നുള്ളതിന് ഒരു തെളിവും കൂടി പറഞ്ഞാൽ എന്താ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വലൗ ലം യകൂനു മുശ്രിക്കീൻ ലജാസ അൻ യഗ്ഫിറല്ലാഹു ലഹും. അവർ മുശ്രിക്കീങ്ങളായതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പുറകെ അവർക്ക് ഇല്ലാതെ പോയത്. മുശ്രിക്കായ ഗുഫ്റാനില്ല. അപ്പോൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അവർക്ക് കിട്ടൽ ജായിസാകുമായിരുന്നു അവർ മുശ്രിക്കല്ലായിരുന്നെങ്കിൽ. അവർ മുശ്രിക്കാണ് എന്നാണ് അവിടെ സ്ഥാപിക്കുന്നത്. എന്നാൽ ദഹബൽ അക്സറൂൻ ഇങ്ങനെ പറഞ്ഞവരുണ്ടെങ്കിലും അക്സരീങ്ങളും പറയുന്നത് ഇലാന്ന മുറാദ് മുശ്രിക്കാത്തുൽ അറബ് അല്ലാത്തി ഇലാ കിതാബ ലഹുന്ന. ഒരു കിതാബിന്റെയും പാരമ്പര്യം പറയാനില്ലാത്ത അറബി മുശ്രിക്കാത്തായ പെണ്ണുങ്ങളെയാണ് ഉദ്ദേശിച്ചത്. അതായത് തൗറാത്തിന്റെയോ ഇഞ്ചീലിന്റെയോ പിന്മുറക്കാരെന്ന് അവകാശവാദമില്ലാത്ത അബൂജഹലിന്റെയും മറ്റും കൂട്ടരായ അറബി മുശ്രിക്കീങ്ങൾ, അവരെയാണ് മുശ്രിക്കാത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അക്സർ പറയുന്നത്. അക്സറൂൻ ലിഅന്ന ഹാദാ ഹുവ ഉർഫുൽ ഖുർആൻ ഫീ ലഖബിൽ മുശ്രിക്. കാരണം മുശ്രിക്ക് എന്നുള്ള ലഖബ് പറയുന്നിടത്ത് ആ ഒരു സ്ഥാനപ്പേര് കൊണ്ടുവരുമ്പോൾ ഖുർആന്റെ ഉർഫ് അങ്ങനെയാണ്, ഖുർആന്റെ രീതി അങ്ങനെയാണ്. അപ്പൊ കാലത്ത് അല്ലാഹു പറഞ്ഞു മായവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ സൂറത്തുൽ ബഖറ 105. അപ്പോ അഹ്ലു കിതാബുകാരും മുശ്രിക്കീങ്ങളുമായിട്ടുള്ള കാഫിര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അഹ്ലു കിതാബുകാരായുള്ള കാഫിര്യങ്ങൾ എന്ന് പറഞ്ഞു, മുശ്രിക്കീങ്ങളായ കാഫിര്യങ്ങൾ എന്ന് വേറെയും പറഞ്ഞു. അപ്പോ ഒറ്റൊന്നാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. മായവദ്ദുല്ലദീന കഫറു അൽ മുശ്രിക്കൂൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുശ്രിക്കീങ്ങളും അഹ്ലു കിതാബുകാരുമായ കാഫിര്യങ്ങൾ വെവ്വേറെ രണ്ട് ടീമായി പറയാം. അതേപോലെ ലം യകുനിൽ കഫറു മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രിക്കീൻ മുൻഫക്കിൻ ഹത്താ തഅതിയുൽ ബയ്യിന. ബയ്യിനത്തിന്റെ 1-ാമത്തെ ആയത്ത്. അപ്പോൾ അഹ്ലു കിതാബിലെ നിഷേധികളും മുശ്രിക്കീങ്ങളായുള്ള നിഷേധികളും ആ നിഷേധത്തിൽ നിന്ന് വേറിട്ട് പോരുന്നില്ല, ബയ്യിനത്ത് അവർക്ക് വ്യക്തമായി കിട്ടുന്നവരെ. അപ്പോൾ അത്ഫു യഖ്തലിൽ മുഗായറ. രണ്ടും അത്ഫ് ചെയ്ത് പറയുമ്പോൾ രണ്ടും രണ്ടാണ് അതിന്റെ അർത്ഥം. അഹമ്മദും മുഹമ്മദും എന്ന് പറഞ്ഞാൽ രണ്ടാൾ, ഒരാളല്ല, രണ്ടാളാണ്. അപ്പൊ ജാ അഹമ്മദ് മുഹമ്മദ് പറഞ്ഞാൽ രണ്ടാള് മുഗായറത്താണ്, ഒരാളല്ല മറ്റേ ആള് എന്നുള്ളത്. എന്ന പോലെ മുശ്രിക്കൂൻ എന്നുള്ളതിൽ അഹ്ലു കിതാബ് പെടൂല എന്നുള്ളതാണ് ഈ മുഗായറത്തിന്റെ അർത്ഥം. ഹാദൽ ഖൗൽ ഹുവ അല്ലദീ യത്തഫിഖു മാ ഖൗലിഹി തആല. ഇങ്ങനെ പറയലാണ് അള്ളാഹുവിന് മറ്റൊരു ഖൗലുമായിട്ട് യോജിക്കുക. എന്ത്? ഈ ബയാൻ മൻ യഹ്ലു മിനൻ നിസാ. സ്ത്രീകളിൽ നിന്ന് വിവാഹം കഴിക്കാൻ ആരെല്ലാം സ്ത്രീകൾക്ക് ഹലാലാവും എന്ന് പറഞ്ഞിടത്ത് സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്, വൽ മുഹ്സനാത്തു മിനൽ മുഅ്മിനാത്ത് വൽ മുഹ്സനാത്തു മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും. മുഅ്മിനാത്തായിട്ടുള്ള വിശുദ്ധകൾ എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ എന്നുള്ളതാണ് മുഹ്സനാത്ത് എന്നാണ്. അതേപോലെ നിങ്ങളുടെ മുമ്പ് കിതാബ് കിട്ടിയ കൂട്ടത്തിലുള്ള സ്ത്രീകളിൽ നിന്നുള്ള വിശുദ്ധകൾ അവരും ഹലാലാണ് എന്ന് പറഞ്ഞു. സൂറത്തുൽ മാഇദ 5. സൂറത്തുൽ മാഇദ വഖദ് നസലത് ബഅദ സൂറത്തുൽ ബഖറ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സൂറത്തുൽ ബഖറയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്താണ് മാഇദ. വലിദാലിക ദഹബ മൻ ഖാൽ ബിഅന്ന ലഫ്ദുൽ മുശ്രിക്കാത്ത് ശാമിലുൽ ലിൽ കിതാബിയ്യാത്ത്. അതുകൊണ്ട് ചിലർ പറയുന്നുണ്ട് കിതാബിയാത്തിനും കൂടി ഉൾക്കൊള്ളുന്ന വാക്കാണ് മുശ്രിക്കാത്ത് എന്നുള്ളത്. ഇതാണ് ആയത്തുൽ മാഇദ നസഖത്ത് ആയത്തുൽ ബഖറ. അവർ പറഞ്ഞത് ആയത്തുൽ ബഖറയെ മാഇദയിലെ ആയത്ത് നെസ്റ്റ് ചെയ്തു. കാരണം പിന്നാലെ വന്നതാണല്ലോ ഇത്. അപ്പൊ ആദ്യം വന്ന ആയത്തിനെ നെസ്റ്റ് ചെയ്തു. വഖാല ബഅ്ദുഹും മിൻഹുൽ ജലാൽ. വേറെ ചിലർ പറഞ്ഞു, ജലാൽ അടക്കമുള്ളവർ പറഞ്ഞു, ഇന്നഹ ഹസ്സസത്ഹ ബിഗൈറിൽ കിതാബിയ്യാത്ത് അൽ മഖ്സൂദ് വാഹിദ്. ഇവിടെ മുശ്രിക്കീങ്ങളെ കല്യാണം കഴിച്ചുവിടാനാൽ കിതാബിയാത്ത് അല്ലാത്ത മുശ്രിക്കീങ്ങളെ എന്ന് ഖാസാക്കി പറഞ്ഞിരിക്കുകയാണ് അല്ലാഹു. കിതാബിയാത്ത് ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും മുസ്ലിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാവുന്നതാണ് എന്നാണ് വിശദീകരണം. ആയത്തുൽ ബഖറ ഹിയ നാസിഖ ലി ആയത്തുൽ മാഇദ. എന്നാൽ വേറെ ചിലർ പറയുന്നു മാഇദയിലെ ആയത്തുണ്ട്, ശരിയാണ്, പക്ഷെ മാഇദയിലെ ആയത്തിനെ നസ്ഖ് ചെയ്യുന്നുണ്ട് ബഖറയിലെ ആയത്ത്. അപ്പൊ മുശ്രിക്കാത്തിനെ കല്യാണം കഴിച്ചുകൊണ്ട് പറഞ്ഞാൽ മാഇദയിൽ പറഞ്ഞ കിതാബിയാത്ത് അടക്കം ഹറാമായി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അവർ പറയുന്നു. അതല്ലാവതിഹലോ, പക്ഷെ അങ്ങനെ പറയാൻ യാതൊരു വകുപ്പില്ല, ഒരു ന്യായമല്ല. മാൽ ഇത്തിഫാഖ് അല അന്ന സൂറത്തുൽ മാഇദ മിൻ ആഖിറിൽ ഖുർആൻ നുസൂലൻ. സൂറത്തുൽ മാഇദ എന്നുള്ള സൂറത്ത് തന്നെ ഖുർആനിൽ ഏതാണ്ട് അവസാനം ഇറങ്ങിയ സൂറത്താണ്. അപ്പൊ അവസാനം ഇറങ്ങിയതായിരിക്കുമല്ലോ നിലനിൽക്കുന്ന നിയമം. ആദ്യം ഉള്ളത് പ്രാബല്യത്തിൽ ഉണ്ടാവില്ലല്ലോ അവസാനം വേറെന്ന് വന്നാൽ. അപ്പൊ ദഹബാവുൻ ആഖർ, വേറെ ചിലർ പറഞ്ഞു ഇതാണ് തവീൽ ബിഅന്ന ആയത്തുൽ മാഇദ മുഖയ്യദ ബിമാ ഇദാ അസ്ലംന. മാഇദയിലെ ആയത്തില് അവരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്താ? അവർ മുസ്ലിങ്ങളായാൽ കല്യാണം കഴിക്കാം എന്നുള്ള ഖൈദ അവിടെ ഉണ്ട്. അല്ലാതെ അവർ കിതാബിയത്തായി നിൽക്കെ തന്നെ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ പറച്ചിലൊരു അർത്ഥമല്ല.
അത് ലൈസ് വിഷയം അവർ മുസ്ലിങ്ങളായാൽ പറ്റുന്നുള്ള കുറച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. ഇതിലാ ദലീല അല്ല ഖൈദുൽ അഹദ്, ഇങ്ങനെ കളയപ്പെട്ടൊരു ഖൈദ് അവിടെ ഉണ്ട് എന്ന് പറയാൻ യാതൊരു ദലീലും ഇല്ല. വലിയ മുശ്രിക്കാത്ത് ഇത് അസ്ലംന മുസ്ലിങ്ങളായ കിതാബിയത്തിന് മാത്രമല്ല മുശ്രിക്കാത്തിന് എന്ത് ചെയ്യാം, മുശ്രിക്കാത്തായിരുന്ന പിന്നെ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാം. ഇജ്മാഉള്ള കാര്യമില്ല. അലഹിൽ അമൽ യാസ്രി തൻജീൽ നജുലിലായ, അത് ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന അമല് ആണല്ലോ. സമാഫായത്തിന് ക്രിയ. അപ്പൊ പിന്നെ ഇതിന്റെ അർത്ഥം എന്താ പറച്ചില്ല. അപ്പം കിതാബിയാത്ത മുസ്ലിങ്ങളായ കല്യാണം കഴിക്കാമെന്ന വാദഗതിയിൽ യാതൊരു അർത്ഥമല്ല. അത് മുസ്ലിങ്ങളായ എല്ലാവരെയും കല്യാണം കഴിക്കാതെ. പിന്നെ ഫിൽ മജൂസ്, മജൂസികളുടെ കാര്യത്തിൽ ഇഖ്തിലാഫുണ്ട്. മജൂസികൾ ഏത് കൂട്ടത്തിൽപ്പെടുത്തേണ്ടത്? ഫഖീൽ യദ്ഖുലൂൻ ഫിൽ മുശ്രിക്കീൻ. അപ്പൊ അതിലുള്ള ഖീല, ഖാലയല്ല ഖീല, അവർ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലാണ് അകപ്പെടുക. ലിഅന്നഹും ലാ കിതാബ ലഹും, കാരണം മുശ്രിക്കീങ്ങൾക്ക് ഒരു കിതാബിന്റെ പാരമ്പര്യമല്ല, മജൂസികൾക്കും അതില്ല. ഫഖീല ബൽ കാന ലഹും കിതാബ്, എന്നാൽ അവർക്ക് പണ്ടൊരു കിതാബ് ഉണ്ടായിരുന്നു എന്നും ഖീലുണ്ട്. ബാദുൽ ഫഖഹാ യഖൂൽ ലഹും ശുബ്ഹത്തു കിതാബ്, ഒരു കിതാബ് എന്ന് പറയുമ്പോൾ കിതാബിനെ പോലത്തെ എന്തോ ഒരു സാധനം ശുബ്ഹത്തുള്ളത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. വഖദ് യശ്ഉർ ബിഅന്നഹും അഹ്ലു കിതാബ് ഖൗലുഹു തആല ഫീ സൂറത്തുൽ ഹജ്ജ്, അവർ കിതാബിന്റെ ആൾക്കാരാണെന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു ഭാഗം സൂറത്തുൽ ഹജ്ജിൽ വന്നിട്ടുണ്ട്. എന്താ? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു അസ്സാബീന വന്നസ്വാറ വൽമജൂസ വല്ലദീന അശ്റകൂ ഇന്നല്ലാഹ യഫ്സലു ബൈനഹും യൗമൽ ഖിയാമ. അപ്പോൾ അത്ഫു യഖ്തദിൽ മുഗായറ, അത്ഫ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുഗായറത്തിന്റെ അർത്ഥം അവിടെ വരിക. രണ്ടും രണ്ടാണ്, വെവ്വേറെയാണെന്നുള്ള അർത്ഥം അവിടെ വരുന്നുണ്ട്. വഖദ് ഫറഖൽ ഫുഖഹാ ബൈന മുശ്രിക്കീൻ വൽ മജൂസ് ഫിൽ ജിസിയ്യ, മുശ്രിക്കീങ്ങൾക്കും മജൂസികൾക്കും ജിസിയ നിയമത്തിൽ വ്യത്യാസമുണ്ടെന്ന് ഫുഖഹാക്കൾ പറയുന്നുണ്ട്. വല ഹാജത്തുൽ ബഹ്സ് ഫീ ദാലിക ഹുനാ, അതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അമ്മ മസല ബിൽ ആഖിറൂൻ അലാ ശിർക്കി അഹ്ലി കിതാബ്, ഇനി അഹ്ലി കിതാബുകാർ ശിർക്ക് ചെയ്തിരുന്നു എന്നുള്ളതിന് മറുഭാഗം പറയുന്ന തെളിവെന്താ? സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ എന്നുള്ള വാക്കാണ്. അവർ ചെയ്യുന്ന ശിർക്കിൽ നിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധിയാൻ വാഴ്ത്തുകയാണ് എന്ന് പറയുന്ന ഭാഗം സൂറത്തുർ റൂം തൗബ 31. അതുപോലെ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന നിസായിൽ 84-ാമത്തെ ആയത്. ഫഖദ് അജാബുഹു അനിൽ അവ്വൽ, അപ്പോ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ എന്നുള്ളതിന് അവർ ഉത്തരം പറഞ്ഞ് മറുപടി പറഞ്ഞ് ഇങ്ങനെ ബിഅന്നഹു യുശ്രികൂൻ ലാ യഖ്തദി അന്ന മൻ ഹക്കാ അൻഹു ദാലിക്കൽ ഫിഅൽ യസ്തഖു ലഹും മിൻ ഫസ്ഹും യകുനു ഉൽവാനൻ ലഹും, ഈ പ്രവൃത്തി ആരിൽ നിന്നുണ്ടായോ അവര് പിന്നെ ഈ ഒരു വസ്തു അവരിൽ നിന്നുണ്ടാകുമ്പോൾ യകുനു ഉൽവാനൻ ലഹും, അത് അവരുടെ ഒരു അടയാളമായിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഫയദ്ഖുലു ഫീ സൻഫി മിൻ യസ്മിഉൽ ഖുർആൻ മുശ്രിക്കീൻ, അങ്ങനെ വരുമ്പോൾ മുശ്രിക്കീങ്ങളെന്ന് ഖുർആൻ പേരിട്ടവരിൽ അവരും വരും. പക്ഷെ അങ്ങനെ വരാൻ അവിടെ വകുപ്പില്ല. വല്ലദീന അശ്റകൂ ഫഇന്നൽ ഔസാഫ കസീറമാ യുറാദ് ബിഹാ ഇൻദ അഹ്ലി തഖാതുബ് സിൻഫുൻ മഖ്സൂസൻ ലാ യദ്ഖുൽ ഫീഹി കുല്ലു മൻ യതലബ്ബസ് ബിൽ ഫിഅൽ അല്ലദീ യുസ്തഖു മിനൽ വസ്ഫ്. സാധാരണ ഒരു കൂട്ടരെ ഒരു അടയാളം പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ വസ്ഫ് പറയുമ്പോൾ ആ വസ്ഫ് പറയുന്ന ആ ഒരു വിഭാഗത്തെ തന്നെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആ വസ്ഫ് പോലുള്ള കാര്യം ഉൾക്കൊള്ളുന്ന വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അവരൊക്കെ ഉദ്ദേശിക്കും എന്ന് പറയാൻ സാധാരണ ഭാഷാപരമായിട്ട് വകുപ്പില്ല. മിസാൽ ദാലിക അൽഫൽ ഉലമ, ഉദാഹരണം പറയാം, ഉലമ എന്നുള്ള വാക്ക് ഇപ്പം എന്ന് ഉപയോഗിക്കുന്ന എന്താണ്? ഇത്ലഖുല്ലാൻ ഇന്ദൽ മുസ്ലിമീൻ അലാ സിൻഫിൻ മിനൻ നാസ്. ഇന്നിപ്പോ ഉലമ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഒരു കൂട്ടം പ്രത്യേക വിഭാഗത്തെയാണ് കാണുന്നത്. ലാ യദ്ഖുൽ ഫീഹി കുല്ലു മൻ യതഅല്ലമു ഇൽമൻ അവ ഉലൂമൻ, വിദ്യാസമ്പന്നരെ മുഴുവൻ മുസ്ലിങ്ങൾ എന്ത് പറയുന്നില്ല, ആലിമീങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് പ്രത്യേകമായ മതപരമായ കിതാബ് ഓതിയ ആൾക്കാരെ മാത്രം പറയുന്ന വാക്കായിട്ട് മാറിയിരിക്കുകയാണ്. പല താലമമായ താലമുൻ ഫാഖഹും ഫീഹി, ഒരുപക്ഷെ ഈ കിതാബ് ഓതുന്നവർ പഠിക്കുന്നതൊക്കെ ഇയാളും പഠിച്ചിട്ടുണ്ടാവും, ഭൗതികൻ എന്ന് പറയുന്നതും പഠിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അവരെക്കാൾ പൗക്കുലായിരിക്കും, എന്നാലും ഓനെ ആലിമായിട്ട് കൂട്ടൂല. മാലം യക്കുനലാ ജീഹിം മുംഷാരിക്കൻ നബി മജ്ബുൽ മസായ, ആലിമായിട്ട് കൂട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്ന് അവരുടെ ജീയിൽ അവനെ കാണാം, അവരെ തലയും തലപ്പാവും താടിയും ഒക്കെ ഉണ്ടായാലേ ഒന്ന് പരിഗണിക്കുള്ളൂ. പിന്നെ എല്ലാ പ്രത്യേകതകളിലും അവരോടൊപ്പം മുഷാരിക്കായിട്ട് അവനെ കാണണം. അടുത്ത് ഈ കാനുബിഹാ സിൻഹ മുസ്തഖിൽ, അവരൊരു സ്വതന്ത്ര ടീമായി മാറുന്നതിന് അടയാളം ഉണ്ടായിരുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണോ ആ മസായ ഒക്കെ ഇയാൾക്ക് ഉണ്ടാവണം, എന്നാലേ ഇയാൾ ആദ്യമായിട്ട് കൂട്ടുള്ളൂ. വൈത്തിലഖു ഹാദൽ ഖൗമിൻ അലാ സിൻഫിൻ ആഖർ, ഈ പദം വേറെ കൗമിനെടുക്കൽ മറ്റൊരു വിഭാഗത്തിനും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വജാബു അലിസ്ഹാനി, പിന്നെ രണ്ടാമത് ഇവർ ശിർക്ക് എന്നുള്ളതിന് ഓതിയ രണ്ടാമത്തെ ആയത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക എന്നുള്ള ആയത്, അതിന് മറുപടി പറഞ്ഞാൽ എന്താ അറിയും?
പിന്നെ മസൂഖുൽ ബയാനി ഫലാത്തി ഷിർക്ക് വത്തഗ്ലീദ് ഫീ, അത് ഷിർക്കിന്റെ ഗൗരവവും അതിന്റെ ഫലാത്തും വിവരിക്കാൻ വേണ്ടി പറഞ്ഞ ആയത്താണ്. വകൗനഹു വകൗനിഹി ഗായത്തുൽ ബുഅദ് അനില്ലാഹി തആല, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് പരമാവധി അകലത്താണ്, അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ലാത്ത പണിയാണ്, വളരെ അകലെയാണ് പറയാൻ വേണ്ടിയാണ്. ബിഹൈസു ഖല്ലാ ബിഅല്ലാ തതഅല്ലഖ മശിയത്തുഹു ബി ഗുഫ്റാൻ, അള്ളാഹുവിന്റെ മശിയത്ത് ഗുഫ്റാനിനുള്ള മശിയത്ത് ഇതുമായിട്ട് ബന്ധപ്പെടൂല, പുറത്തു കൊടുക്കാനുള്ള ഉദ്ദേശം അള്ളാഹു ഷിർക്കിന്റെ ഒരു കാര്യത്തിൽ വരൂല, അള്ളാഹുവിന്റെ ഉദ്ദേശം വരൂല. അല്ലാഹു ഷാൻ യഗ്ഫിറ കുല്ല ദംബിൻ സിവാ ലഫഅല, അല്ലാത്ത തെറ്റുകളൊക്കെ വേണമെങ്കിൽ പുറത്തു കൊടുക്കാം. ഇതിലാ മറദ്ദലി മശിയത്തി, കാരണം അള്ളാഹുവിന്റെ മശിയത്തിനെ തടുക്കാൻ ആരുമില്ല. ഫലാ യദ്ഖുൽ ഹാദാ ഫീമാ നഹ്നു ഫീ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ അത് വരില്ല എന്നർത്ഥം. ഇതിലാ യദുല്ലു അലാ അന്ന കുല്ല മൻ ലൈസ മുശ്രിക്കൻ യഗ്ഫിറുല്ലാഹു ലഹു, കാരണം എന്താ, മുശ്രിക്ക് അല്ലാത്തവനൊക്കെ അള്ളാഹ് എല്ലാം പുറത്തു കൊടുക്കുന്ന അർത്ഥമല്ല. മുശ്രിക്ക് ആയവന് ശിർക്ക് പുറത്തു കൊടുക്കൂല എന്നുള്ളത് വ്യക്തം. എന്നാൽ മുശ്രിക്ക് അല്ലാത്തവന് പിന്നെ എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കൂല എന്നർത്ഥമല്ല. ഫയുഖാൽ ഇന്ന നഫിയ ശിർക്ക് അൻഹൽ കിതാബ്, അൽ കിതാബിന് ഷിർക്കില്ല എന്നുള്ള നിഷേധിക്കൽ യസ്തൽജിം മഗ്ഫിറത്തുല്ലാഹി തആല ലഹും, അവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൽ നിർബന്ധമാക്കും എന്ന് അപ്പോഴല്ലേ പറയാൻ പറ്റൂ, അത് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഖിയാമൽ അതില്ല മാ ഖിയാമിൽ അതില്ല അല അന്നഹു ലാ യഗ്ഫിർ ലിമൻ തബ്ലുഹു ദഅവത്തുൽ ഹഖ് അലൈ ജാബിൽ ഇസ്ലാം ഫയജ്ഹദുഹാ ഇനാദൻ വസ്തിക്ബാറൻ, കാരണം അള്ളാഹു തആല പിന്നെ ഒരാൾക്ക് പുറത്തു കൊടുക്കൂല. ഇങ്ങനത്തെ ഒരാൾക്ക് സത്യപ്രബോധനം ആൾക്ക് കിട്ടി, ഇസ്ലാം കൊണ്ടുവന്ന സത്യപ്രബോധനം ആൾക്ക് വ്യക്തമായിട്ടും കിട്ടി. വ്യക്തമായിട്ടും കിട്ടിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്, മത്സര നിഷേധ ഭാവത്തോടു കൂടി അതിനെ തള്ളുകയാണ്, നിഷേധിക്കുകയാണ്, അറിഞ്ഞിട്ടും നിഷേധിക്കുകയാണ്. അങ്ങനത്തെ ഒരാൾക്ക് അള്ളാഹുവിനെ പുറത്തു കൊടുക്കൂല എന്നുള്ളതാണ് വിഷയം. ഷിർക്ക് ചെയ്തവന് മാത്രമല്ല, ഇങ്ങനത്തെ ഒരാൾക്കും പുറത്തു കൊടുക്കൂല. ആ മറുപടി അങ്ങനെ കഴിയും. ഇനി വല തൻകിഹൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന, മുഅ്മിനാകുന്നവരെ മുശ്രിക്കാത്തിനെ കളയിലാണ് കഴിച്ചുകൂടാ എന്ന് പറഞ്ഞ ഹാദ മഅ്തൂഫ് അലാ മഫ്ഹൂം മാ ഖബ്ലഹു മിനൽ അംർ ബിൽ ഇസ്ലാഹി വൻ നഹി അനിൽ ഇഫ്സാദ്, ഇസ്ലാഹ് വേണമെന്നും ഇഫ്സാദ് പാടില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനോട് അത്ഫാണത്. അവനാഹു ലാ തതസവ്വജു നിസാ അൽ മുശ്രിക്കാത്ത് മാ ദുംന അലാ ശിർക്കിഹിന്ന, മുശ്രിക്കാത്തായ സ്ത്രീകളെ അവരുടെ ഷിർക്കിൽ നിലകൊള്ളുന്ന കാലത്തോളം നിങ്ങൾ കല്യാണം കഴിച്ചേക്കരുത് എന്നാണ്. വല അമത്തു മുഅ്മിനത്തുൻ ഖൈറുൻ മിൻ മുശ്രിക്കത്തിൻ വല അഅജബതുക്കും, ഒരു മുഅ്മിനത്തായ അടിമപ്പെണ്ണാണ് മുശ്രിക്കത്തിനേക്കാൾ എന്തുകൊണ്ട് ഖൈർ, ആ മുശ്രിക്കത്ത് നിങ്ങളെ ആകർഷിച്ചാൽ പോലും. ഐ വല്ലാഹി ഇന്ന അമ ഐ മംലൂക്ക മുഅ്മിന ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുന്ന മംലൂക്കത്തായ അമത്തായ ഒരു പെണ്ണ് ഖൈറുൻ മിൻ മുശ്രിക്കത്തിൻ ഹുറ, സ്വതന്ത്രയായ ഒരു ബഹുദൈവാരാധകയേക്കാൾ എന്തുകൊണ്ടും മെച്ചാണ്. വലൗ ആജബത്തുക്കും മുശ്രിക്കത്ത് ബി ജമാലിഹാ ബിഗൈരിഹി, ഈ ബഹുദൈവാരാധക അവളുടെ സൗന്ദര്യം കൊണ്ടും മറ്റുമൊക്കെ നിങ്ങൾ ആകർഷിച്ചാൽ പോലും നിങ്ങൾക്ക് അനാകർഷകമായി തോന്നുന്ന മുഅ്മിനത്തായ ആ അടിമപ്പെണ്ണാണ് എന്തുകൊണ്ടും ഖൈറ്. വഅസ്ലുൽ അമ ഉമവ ബിത്തഹരീം, ഉമവ എന്നുള്ള വാക്കിനാണ് അമത്ത് വരുന്നത്. യുഖാൽ അമത്ത് അൽ ജാരിയ സാറത്ത് അമത്തൻ, ഒരു ജാരിയത്ത് അമത്ത് എന്നാൽ അമത്തായി. വ ഉമ്മിയത്തുഹ ബിത്തശ്ദീദ് ജാരത്തുഹ അമത്തൻ, പിന്നെ ഉമ്മ എന്നുള്ള വസ്തുണ്ടല്ലോ അത് അവളെ അമത്താക്കി. തഅമ്മത്ത് സാറത്ത് അമത്തൻ, തഅമ്മത്ത് എന്നാൽ അർത്ഥം അമത്തായി. ഇങ്ങനെയൊക്കെയാണ് ആ വാക്കിന്റെ വിശദീകരണം. പിന്നെ വലാ തുൻകിഹൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായ ആണുങ്ങൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കരുത്. എല്ലാ തുസവ്വിജുഹും മിനാത്തിനെ മുശ്രിക്കീങ്ങളായ ആണുങ്ങൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കരുത്. ഹത്താ യുഅ്മിനൂ ഫയസ്റു അഖ്ഫാഅലഹുന്ന, അവർ മുഅ്മിനായിട്ട് ഈ മുഅ്മിനത്തായ പെണ്ണുങ്ങൾക്ക് കുഫുമായിട്ട് അവർ വരണം, ആദർശപരമായിട്ടുള്ള കുഫ് ഉണ്ടാവണം, കഫാത്ത് വേണം. ആ കുഫ എന്ന അവിടെ ശ്രദ്ധിന്റെ ആവശ്യമില്ല, അഖ്ഫ എന്നുള്ള വാക്ക്. അപ്പം മുഅ്മിനായി ഈ ആണുങ്ങൾ മാറിയിട്ട് മുഅ്മിനത്തായ പെണ്ണുങ്ങൾക്ക് അവർ കുഫ് ആവണം. വൽ അബ്ദു മുഅ്മിനുൻ ഖൈറുൻ മിൻ മുശ്രിക്കിൻ, മുഅ്മിനായ ഒരു അബ്ദാണ് മുശ്രിക്കായ സ്വതന്ത്രനായ ഒരാളെക്കാളും ഉത്തമൻ. ഐ വല മംലൂക്കുൻ മുഅ്മിൻ ഖൈറു മിൻ മുശ്രിക്കിൻ ഹുർരിൻ എന്നർത്ഥം. വലൗ അഅജബകും അൽ മുശ്രിക് ബിനസബി ഔ ഖുവ്വതി ഔ മാലി, ഈ മുശ്രിക്കായ പുരുഷൻ നിങ്ങളെ സ്ത്രീകളെ അവരുടെ കുടുംബം, തറവാടും, ശക്തിയും, സൗന്ദര്യവും, സമ്പത്തൊക്കെ കൊണ്ട് ആകർഷിച്ചാൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, ആളെ നിങ്ങൾ വെറുക്കാൻ പാടില്ല എന്ന്. വജിംദത്തുൽ ഖൗൽ, ആകത്തുക എന്താണ്, ഇന്ന ഹഉലാഇ ലദീന അശ്റകൂ, ഈ ശിർക്ക് ചെയ്ത മനുഷ്യന്മാർ, വഹുമുൽ ലദീന ബൈനകും വബൈനഹും ഗായത്തുൽ ഖിലാഫ് വതബായുൻ ഫിൽ ഇഅ്തിഖാദ്, നിങ്ങൾ അവരും തമ്മിൽ
വിശ്വാസകാര്യത്തിൽ അങ്ങേയറ്റത്തെ വേർതിരിവുണ്ട്, വലിയ ഖിലാഫുണ്ട്. ലാ യജൂസു ലക്കും അൻ തത്തസിലു ബിഹിം റാബിതത്തി സ്വിഹ്ർ. അതുകൊണ്ട് തന്നെ അവരുമായി ഒരു മുസാഹറത്തിന്റെ ബന്ധം, വിവാഹബന്ധം നിങ്ങൾക്ക് അനുവദനീയമല്ല. ലാ ബി തസ്ബീരിഹിം വലാ ബി തസവ്വുജ് മിൻഹും. അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല, അവരിൽ നിന്നുള്ളവരെ കല്യാണം കഴിച്ചുകൊണ്ടും ആ ബന്ധം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അമ്മൽ കിതാബിയ എന്ന അഹ്ലു കിതാബുകാരായ സ്ത്രീകളുടെ കാര്യം ഫഖദ് ജാഅ ഫി സൂറത്തുൽ മാഇദ അന്നഹുന്ന ഹില്ലുൽ ലനാ. സൂറത്തുൽ മാഇദയിൽ വന്നിട്ടുണ്ട് നമുക്ക് അവർ ഹലാലാണ് എന്ന്. വസഖത ഹുനാക തസ്ബീജുൽ കിതാബിൽ മുസ്ലിമ. എന്നാൽ ഒരു കിതാബിയായ ഒരാണിനെ ഒരു മുസ്ലിമത്തായ പെണ്ണുമായിട്ട് കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആയത്ത് മൗനം പാലിക്കുന്നുണ്ട്. മുസ്ലിം ആയ ഒരു ആണ് കിതാബിയത്തായ പെണ്ണിനെ കല്യാണം കഴിക്കാമെന്നാണ് ആയത്ത് പറയുന്നത്. തിരിച്ച് ഉള്ളതിനെ പറ്റി കിതാബിലൊന്നും പറയുന്നില്ല, ഖുർആനിലൊന്നും പറയുന്നില്ല. വഖാലു റളിയഹുൽ ഇസ്ലാമിമ അന്നഹു അലാ അസ്ലിൽ മൻ വൈദു ബിസുന്ന വൽ ഇജ്മാ. അത് മംനുവാണ് എന്നാണ് ഉസ്താദ് ഇമാം അടക്കമുള്ളവർ പറയുന്നത്. അതിന് സുന്നത്തിന്റെ ഇജ്മാഇന്റെയും പിൻബലവും അവർ കൊണ്ടുവരുന്നുണ്ട്. വലാകിൻ ഖദ് യുഖാൽ. അപ്പോൾ ചോദ്യം വരാം, ഇന്നൽ അസ്ല അൽ ഇബാഹത്ത് ബിൽ ജമീ. ഒരു വിഷയത്തിൽ പ്രത്യേകം അനുമതി ഇല്ലെന്ന് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് അനുമതി അല്ലേ? അനുമതി ഇല്ലാത്തതാണെന്ന് വരാത്ത കാര്യങ്ങളെല്ലാം ബേസിക് അനുമതി ഉണ്ടെന്നല്ലേ ഒരു ചോദ്യം വരാം. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അത് അനുമതി ഉണ്ടാകുമല്ലോ, മുശ്രിക്കുകളെ കല്യാണം കഴിക്കാനും തോന്നാവുന്നത് ഒഴിവാക്കാൻ വേണ്ടി അവരെ കല്യാണം കഴിക്കുന്നത് ഹറാമാണെന്ന് വ്യക്തമായി നസ് വന്നത്. മുശ്രിക്കാത്തിന് കല്യാണം കഴിക്കരുത്, മുശ്രിക്കീങ്ങളെയും കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞു. കിതാബിയാത്ത് ഹലാലാണ് മുസ്ലിങ്ങൾക്ക്. തഅല്ലുഫൻ അഹ്ലിൽ കിതാബ്. എന്തുകൊണ്ട്? അഹ്ലിൽ കിതാബിനോടുള്ള ഒരു ഉൽഫത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കല്യാണം കഴിക്കാനുള്ള അനുവാദം വെച്ചത്. ലിയറൗ ഹുസ്ന മുആമലത്തിന വസുഹൂലത ശരിയാത്തിന. കാരണം അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് നമ്മുടെ പെരുമാറ്റത്തിന്റെ നന്മയും നമ്മുടെ ശരീരത്തിന്റെ സുഗമതയും അവർ കാണണം. വഹാദ ഇന്നമാ അൽഹർബി തസബ്ബുജ് മിൻ. അത് കാണണമെങ്കിൽ എന്ത് വേണം? അവരെ നമ്മുടെ കുടുംബത്തിൽ ഭാഗമാക്കണം, തസബ്ബുജ് ചെയ്യണം. ലഅന്ന റജുൽ ഹുവ സാഹിബുൽ വിലായ വസ്സൽത അലൽ മർഅ. കാരണം സ്ത്രീയുടെ വിലായത്തും സൽത്തത്തുള്ള ആളാണ് പുരുഷൻ. വഇദാ ഹുവ അഹ്സന മുആമലതഹ. അപ്പൊ ആ സ്ത്രീയോടുള്ള കുടുംബിനോടുള്ള പെരുമാറ്റം പുരുഷൻ നന്നാക്കിയാൽ കാന ദാലിക ദലീലൻ അലാ മാ ഹുവ അലൈഹി മിൻ ദീൻ അൽ ഖദീം യദഉ ഇലൽ ഹഖ് വഇലാ തരീഖ മുസ്തഖീം. അപ്പൊ സ്ത്രീക്കടക്കം ബോധ്യം എന്ത്? അയാളുടെ നല്ല പെരുമാറ്റത്തിന് കാരണം അയാളുടെ ദീനാണ്. ആ ദീനിൽ തരീഖ മുസ്ലിമിലേക്കാണ്, സത്യത്തിലേക്കാണ് ആ ദീൻ വിളിക്കുന്നത് എന്ന് ബോധ്യമാവും. അപ്പോ ഈ ഒരു ബന്ധം അവരെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനും ഇസ്ലാമിലേക്ക് വരാൻ ഇടയാക്കും എന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വരുന്ന മുസ്ലിമീൻ വായു മുസ്ലിമീൻ മാത്രമല്ല, ആ ദീന് മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളല്ലാത്തവരെയും അതിലോടുകൂടി കാണാൻ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിങ്ങളോട് മാത്രമല്ല, അതിൽ മുസ്ലിങ്ങളല്ലാത്തവർക്കും ഇസ്ലാമിക ഭരണത്തിൽ അതിലുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ സാത്തി സദർ ഈ മുആമലത്തിൽ മുഖാലിഫീൻ. അതേപോലെ തന്നെ എതിരാളികളുമായിട്ട് പെരുമാറുമ്പോൾ ഹൃദയവിശാലത കാണിക്കണം എന്നുകൂടിയാണ് ഈ ആയത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുള്ളതാണ്.